ओम शांति। दुनिया में कहते हैं ലോകത്തിൽ പറയാറുണ്ട്, കാലിക്കൈയോടെ വന്നു കാലിക്കൈയോടെ തിരിച്ചു പോകണമെന്ന്. എന്നാൽ ഇവിടെ നമ്മൾ പഠിച്ചതിതാണ്, അതായത് നമ്മൾ കൈ നിറച്ചു തന്നെയാണ് വന്നത്, ഇനി കൈ നിറച്ചു തന്നെ വേണം തിരിച്ചു പോകാനും. നമുക്ക് ധാരാളം ഖജനാവുകൾ തിരിച്ചു കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുപോകും? എങ്ങനെ നിറയ്ക്കും? ഏത് സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കണം? എങ്ങോട്ട് വേണം പോകാൻ? ഇത് നമുക്കിന്ന് നോക്കാം ഈ ഈശ്വരീയ ബാങ്കിൻ്റെ വിശേഷ ചർച്ചയിൽ. ഇതെൻ്റെ സൗഭാഗ്യമാണ്. എപ്പോഴാണോ ഞാൻ ബ്രഹ്മകുമാരീസ് വിശ്വവിദ്യാലയവുമായിട്ട് കണക്റ്റഡ് ആയപ്പോൾ ഇവിടെ വരാനും സേവനം ചെയ്യാനുമുള്ള സൗഭാഗ്യം കിട്ടി. ഹെഡ് ക്വാർട്ടേഴ്സായ അബൂല് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് സേവനം ചെയ്യാൻ അവസരം കിട്ടിയത്. കാരണം ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ആ സമയത്ത് ഞാൻ അഹമ്മദാബാദിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ എപ്പോഴാണോ സേവനത്തിനു വേണ്ടി ഞാൻ വന്നത്, 15 ഡേയ്സിന് വേണ്ടി, സേവനത്തിൻ്റെ സമയത്ത് രാത്രിയും പകലും എപ്പോഴെല്ലാം ഹാഫ് ആൻ അവർ 1 അവർ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിമിത്തമായി ഇൻചാർജ് സഹോദരനുണ്ടായിരുന്നു, ദാദാ വിശ്വരതൻജി. ഭായിജിയെ കാണുന്നതിന് ഞാൻ പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ജ്ഞാന ചർച്ച ചെയ്യുമായിരുന്നു. വളരെ ലഹരി, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ, പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യാൻ, ജ്ഞാനത്തിൻ്റെ ഡെപ്ത് അറിയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദാദാജിയോട് വീണ്ടും വീണ്ടും ചോദിക്കുമായിരുന്നു ചില കാര്യങ്ങൾ. അപ്പോൾ ദാദാ, നിങ്ങൾക്കറിയാം, എപ്പോഴാണോ ബ്രഹ്മകുമാരീസ് വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപനം ഉണ്ടായത്, അപ്പോൾ മുതലേ ദാദാ സമർപ്പിത രൂപത്തിൽ സേവനം നൽകുകയാണ്, അനുഭവിയാണ്. നല്ല രീതിയിൽ ജ്ഞാനത്തിൻ്റെ പോയിൻറ്റ്സ് എനിക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ ദാദയോട് ചോദിച്ചു, അതായത് ദാദാ, ബാബ മുരളിയിൽ പറയാറുണ്ട്, ലാസ്റ്റ് സോ ഫാസ്റ്റ്, ഫാസ്റ്റ് സോ ഫസ്റ്റ് പോകാമെന്ന്. ബാബ പറയുന്നു, സത്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ സത്യം അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊന്ന് മനസ്സിലാക്കി തരാമോ? ലാസ്റ്റ് വന്നവർക്കും വേഗം പോവുകയാണെങ്കിൽ, വേഗം പോയാൽ അവർക്ക് ഫസ്റ്റ് നമ്പറിലേക്ക് എങ്ങനെ വരാൻ പറ്റും? അതിനെന്താണ് വിധി? അതൊന്ന് എനിക്ക് മനസ്സിലാക്കി തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ വളരെ നല്ലൊരു പോയിന്റ് എനിക്ക് മനസ്സിലാക്കി തന്നു. അതെനിക്ക് മനസ്സിലാക്കിയിട്ട് വളരെ സന്തോഷമുണ്ടായി. എന്നോട് പറഞ്ഞു, ലളിത് ഭായ്, അഥവാ താങ്കൾ ഏതെങ്കിലും ഒരു വ്യക്തി ബാങ്കിൽ 10 lakhs ഡെപ്പോസിറ്റ് ചെയ്തു, അതിനുശേഷം ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എല്ലാ മാസവും പോയിട്ട് ഒരു 10,000 or 5,000 എല്ലാം വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം അദ്ദേഹം എല്ലാ മാസവും 2 ലക്ഷം 3 ലക്ഷം എടുക്കുകയാണ്. വീണ്ടും കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് വിഡ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി, അദ്ദേഹം വളരെ സമയത്തിന് ശേഷമാണ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അദ്ദേഹം എല്ലാ മാസവും 50,000 ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ വിഡ്രോ ചെയ്യുന്നില്ല. അപ്പോൾ താങ്കൾ എന്നെ പറയൂ, 2 വർഷം കഴിയുമ്പോൾ ഇതിൽ ആരുടെ അക്കൗണ്ടിലാണ് കൂടുതൽ ബാലൻസ് ഉണ്ടാവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ദാദാ, ഇത് ഉറപ്പാണ്. ഏത് വ്യക്തിയാണോ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാത്തത്, കേവലം ഡെപ്പോസിറ്റ് മാത്രം ചെയ്തുകൊണ്ടിരുന്നത്, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലായിരിക്കും കൂടുതൽ ബാലൻസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെയാണ് കാര്യം. അതിന് വേറൊരു എക്സാമ്പിളിലും മനസ്സിലാക്കി തന്നു. അതായത് ഏതോ ഒരു കർഷകനുണ്ടായിരുന്നു, അദ്ദേഹം തൻ്റെ കൃഷിയിടത്തിൽ നിന്നും ധാന്യങ്ങൾ കൊണ്ടുവന്ന് തൻ്റെ വീട്ടിൽ അത് സൂക്ഷിക്കാൻ വേണ്ടി ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഉണ്ടാക്കി വെച്ചിരുന്ന ബോക്സിൻ്റെ അടിയിലൊരു ഹോൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. അങ്ങനെ ഡെയിലി 5 കിലോ, കുറച്ച് കഴിയുമ്പോൾ 3 കിലോ അങ്ങനെ ധാന്യങ്ങൾ കൊണ്ടുവന്ന് നിറയ്ക്കുമായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, നിറഞ്ഞിട്ടുണ്ടാകും, ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു വന്നു. പക്ഷെ നോക്കിയപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചത്രയ്ക്കും ധാന്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി, ധാന്യങ്ങൾ എവിടെ പോയി? ആക്ച്വലി എന്താണ് ഉണ്ടായത്?
ധാന്യങ്ങൾ ലീക്കേജ് ഉണ്ടായിരുന്നല്ലോ, ഹോൾ, അതിലൂടെ താഴേക്ക് പോയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഈ ഈശ്വരീയ ജ്ഞാനത്തിലും നമ്മൾ എപ്പോൾ വന്നവരാണെങ്കിലും, എത്ര കാലങ്ങളായി വന്നവരാണെങ്കിലും, ജ്ഞാനയോഗത്തിൻ്റെ അഭ്യാസം ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷേ നമ്മൾ നമ്മുടെ ലീക്കേജിനെ അടച്ചിട്ടില്ലെങ്കിൽ, പുരുഷാർത്ഥത്തിൽ എവിടെ ലീക്കേജ് ഉണ്ടാകുന്നുണ്ടോ അത് അടച്ചിട്ടില്ലെങ്കിൽ, ഒരു ഭാഗത്ത് ഡെപ്പോസിറ്റും ഉണ്ടാകും, പക്ഷേ ലീക്കേജിലൂടെ നഷ്ടവും ഉണ്ടാകും. അഥവാ നമുക്ക് ശേഷം മറ്റാരെങ്കിലും വന്നു എന്ന് വിചാരിക്കൂ, പക്ഷേ അവർ ലീക്കേജിനെ ബ്ലോക്ക് ചെയ്തിട്ട് അടച്ചിട്ട് നല്ല ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, ഡെപ്പോസിറ്റ് കുറച്ചായിരിക്കാം ഉണ്ടാകുന്നത്, പക്ഷെ ലീക്കേജ് ഇല്ല അവർക്ക്, അപ്പോൾ അവസാനം എന്തായിരിക്കും റിസൾട്ട്? അവരുടെ സമ്പാദ്യത്തിൻ്റെ ശേഖരണം കൂടുതലായിരിക്കും. പഴയവരെക്കാളും ഇന്ന് വന്ന കുട്ടിയുടെ ഡെപ്പോസിറ്റിലായിരിക്കും കൂടുതൽ, കാരണം അവർ ലീക്കേജിനെ ക്ലോസ് ചെയ്തു. ഈ പ്രകാരത്തിൽ ആരാണോ ലാസ്റ്റ് സോ ഫാസ്റ്റ്, ഫാസ്റ്റ് സോ ഫസ്റ്റിലേക്ക് പോകുന്ന ആത്മാക്കൾ, അവരുടെ ലീക്കേജ് ക്ലോസ് ആയിരിക്കും, അതോടൊപ്പം സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും, ഡെപ്പോസിറ്റ് ഉണ്ടാകും, അവരുടെ കയ്യിൽ ബാലൻസ് ഉണ്ടാകും. ഇത് തന്നെയാണ് ഭാവിയിലെ പദവിയുടെ ആധാരം. അതാണ് നമ്മുടെ സേഫ്റ്റി ആയിട്ടുള്ള ബാലൻസ്. എത്ര സമ്പാദ്യമുണ്ടോ, ബാലൻസ് ഉണ്ടോ, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവിയിലെ പദവി. എനിക്ക് വളരെ നല്ലതായി തോന്നി. ഞാൻ അതിനെക്കുറിച്ച് ചിന്തനം ചെയ്തു. ഇത് ശരിയായ കാര്യമാണ്. അതായത് നമ്മൾ നമ്മുടെ ലീക്കേജിനെ ക്ലോസ് ചെയ്താൽ അതിലൂടെ നമ്മുടെ ഡെപ്പോസിറ്റ് കൂടും. ലീക്കേജ് എന്താണ്? ലീക്കേജാണ്. നിയമങ്ങളും മര്യാദകളും ഉണ്ടല്ലോ. ബാബ എന്താണോ ശ്രീമതം നൽകിയിരിക്കുന്നത്, ആജ്ഞകൾ നൽകിയിരിക്കുന്നത്, ആ ആജ്ഞകളെ നമ്മൾ ഒരിക്കലും തെറ്റിക്കരുത്, ലംഘിക്കരുത്. ആ നിയമങ്ങളെ, മര്യാദകളെ തെറ്റിക്കരുത്. അതിലൂടെ ആ ലീക്കേജ് ക്ലോസ് ആയിക്കോളും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം അത്, വലിയ കാര്യങ്ങളാണ് എന്നൊന്നുമില്ല. പക്ഷേ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ പോലും, നിയമങ്ങളെ നമ്മൾ ചെറിയ രീതിയിൽ തെറ്റിച്ചുകൊണ്ടിരുന്നാലും, അതും ലീക്കേജിൻ്റെ രൂപത്തിൽ നമ്മുടെ ഡെപ്പോസിറ്റിൽ മൈനസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ ചിന്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ ദിവസങ്ങളിൽ ബാബയുടെ ഒരു അവ്യക്ത മുരളിയിൽ വളരെ നല്ലൊരു സെൻറ്റൻസ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നു. അത് ഡിസംബർ 31, 2001 മുരളിയാണ്. ആ മുരളിയിൽ ബാബ പറഞ്ഞു, അതിലൊരു പാരഗ്രാഫ് നിങ്ങളെ കേൾപ്പിക്കാം. ആ മുരളിയിൽ പറഞ്ഞു ബാബ, മുഴുവൻ വിശ്വത്തിലെയും ബാബ് ദാദയുടെ അതിസ്നേഹി മധുരമായ മക്കൾക്ക് ബാബ് ദാദ ഈ സൂചനയാണ് നൽകുന്നത്: ഇപ്പോൾ തൻ്റെ ബ്രാഹ്മണ ജീവിതത്തിൽ അമൃതവേള മുതൽ രാത്രി വരെ സമ്പാദ്യത്തിൻ്റെ ശേഖരണത്തെ വർദ്ധിപ്പിക്കൂ. തൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് തൻ്റെ പ്ലാൻ ഉണ്ടാക്കൂ. ബ്രാഹ്മണ ജീവിതത്തിൽ ഏതെല്ലാം ഖജനാവുകൾ ലഭിച്ചിട്ടുണ്ടോ, ഓരോ ഖജനാവിൻ്റെയും സമ്പാദ്യത്തിൻ്റെ ശേഖരണം വർദ്ധിപ്പിക്കണം. ഇന്ന് വർഷത്തിൻ്റെ അവസാനത്തിൽ ബാബ 4 ഭാഗത്തിലെയും മക്കളുടെ റിസൾട്ട് നോക്കി. എന്ത് കണ്ടു? നിങ്ങൾക്കും അറിയുമല്ലോ, ബാബ് ദാദ അറിയുന്നുണ്ട്. എല്ലാ ഖജനാവുകളെയും ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള സമയം ഈ സംഗമയുഗമാണ്. ഈ ചെറിയ യുഗത്തിൽ എത്ര സമ്പാദിച്ചോ അതിനനുസരിച്ച് മുഴുവൻ കൽപ്പത്തിലും പ്രാലബ്ധം പ്രാപ്തമായി കൊണ്ടിരിക്കും. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. ഏറ്റവും വലിയതിലും വലിയ ഖജനാവ് ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയുടെ ആധാരമാണ്. സങ്കല്പത്തിൻ്റെ ഖജനാവ്, സമയത്തിൻ്റെ ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, ജ്ഞാനത്തിൻ്റെ ഖജനാവ്. ബാബയുടെ മുരളിയിലെ ഈ മഹാവാക്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള അനുഭവമാണ് ഉണ്ടായത്. ഏതുപോലെ എന്നാൽ, പരമാത്മാവ് തൻ്റെ അവതരണത്തോടൊപ്പം തന്നെ ഒരു ഈശ്വരീയ ബാങ്ക് കൂടി തുറന്നിരിക്കുന്നു. ഈ ഈശ്വരീയ ബാങ്കിൽ നമ്മളെല്ലാവരും, ഈ ലോകത്തിൽ ആരെല്ലാം പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, നമ്മളെല്ലാവരുടെ അക്കൗണ്ടും ഇതിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ബാബയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതിനനുസരിച്ച് ഇതിൽ എൻട്രി ആയിക്കൊണ്ടേയിരിക്കും. ഡെപ്പോസിറ്റും ഉണ്ടാകുന്നുണ്ട്, കുറേ പേര് ഇറങ്ങിപ്പോകുന്നുമുണ്ട്, ഓട്ടോമാറ്റിക്കലി ബാലൻസും അതിലിരിക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയെല്ലാം ഉണ്ടാകുന്നു? എങ്ങനെയാണ് സേവിങ്സ് ഉണ്ടാകുന്നത്?
ജ്ഞാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇന്ന് ഈ ഈശ്വരീയ ബാങ്കിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഈശ്വരീയ ബാങ്ക് വളരെ വിശേഷ ബാങ്കാണ്. ധാരാളം വിശേഷതകളുണ്ട്. ഏതുപോലെ എന്നാൽ ആദ്യത്തെ സ്പെഷ്യാലിറ്റിയാണ് ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ, അത് ഹയസ്റ്റ് ആണ്. ലോകത്തിലാണെങ്കിൽ അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് 5-6% അല്ലേ കിട്ടുള്ളൂ ഇൻട്രസ്റ്റ്. പക്ഷേ ബാബയുടെ ഈ അക്കൗണ്ടിൽ 1000 മടങ്ങ്, കോടി മടങ്ങ്, കോടി മടങ്ങ് ഇൻട്രസ്റ്റ് കിട്ടും. അത്രയ്ക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതോടൊപ്പം ബാബ ഇൻട്രസ്റ്റിംഗ് ആയ ഡിപ്പോസിറ്റ് സ്കീംസും വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രേരണ സ്വീകരിച്ചുകൊണ്ട് ഏത് സ്കീം വേണമെങ്കിലും സ്വീകരിക്കാം. അതും ബാബ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ബാങ്ക് സമ്പൂർണമായും സുരക്ഷിതമാണ്. നമ്മൾ ന്യൂസ് പേപ്പറിലെല്ലാം വായിക്കാറുണ്ടല്ലോ, ഇന്ന് ഈ ബാങ്കിൽ വളരെ പ്രശ്നമുണ്ടായി, അങ്ങനെയുണ്ടായി. ഒറിജിനലി ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തനം ചെയ്തപ്പോൾ ഗുജറാത്തിൽ വളരെയധികം കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫെയിലായിട്ടുണ്ട്. പക്ഷെ ബാബയുടെ ഈ ഈശ്വരീയ ബാങ്ക് 100% സേഫാണ്. ഇതൊരിക്കലും ഫെയിലാവില്ല. ഈ ബാങ്ക് 24 hours ഓപ്പൺ ആയിരിക്കും, 7 days. 24/7 എന്ന് പറയാറില്ലേ, ഇത് ഓപ്പൺ ആയിരിക്കും. അതോടൊപ്പം ഇതിലെപ്പോൾ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം. അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ 8 മണിക്ക് ആ ബാങ്കിൽ പോയാൽ അപ്പോൾ പറയില്ലേ ബാങ്ക് ക്ലോസ് ആണല്ലോ, ഇപ്പോൾ ട്രാൻസാക്ഷൻ നടക്കില്ല. വൈകിട്ട് 6 മണിക്ക് പോയാൽ അപ്പോഴും ബാങ്ക് ക്ലോസ്ഡ് ആയിരിക്കും, ട്രാൻസാക്ഷൻ നടക്കില്ല. പക്ഷെ ബാബയുടെ ഈശ്വരീയ ബാങ്ക് 24/7 ഓപ്പൺ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻട്രൊഡ്യൂസറിൻ്റെയോ ഗ്യാരണ്ടറിൻ്റെയോ ആവശ്യമില്ല. നിങ്ങളും പരമാത്മാ പിതാവും, അതിനിടയിൽ മറ്റാരുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അക്കൗണ്ടിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും വലിയ വിശേഷത ഇതാണ്, ഈ ബാങ്കിൽ താങ്കൾക്ക് എത്രയോ ജന്മങ്ങളിലേക്കുള്ള റിട്ടേൺ ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. ലോകത്തിലെ ബാങ്കിലാണെങ്കിൽ സപ്പോസ് നിങ്ങൾ ബോംബെയിലാണ് താമസിക്കുന്നത്. ബോംബെയിൽ കൊളാബാസ് ആ ഒരു ഭാഗത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കൂ. 10 കോടിയുടെ ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കൂ. പെട്ടെന്ന് നിങ്ങൾ മൃത്യു വരിച്ചു എന്ന് വിചാരിക്കൂ. ശരീരം വിട്ടു, ആത്മാവ് ശരീരം വിട്ടു പോയി. അപ്പോൾ വീണ്ടും പോയി ശരീരം എടുത്തു. പുതിയ ജന്മവും ബോംബെയിൽ തന്നെ എടുത്തു. നിങ്ങൾ ഒരു 5 വയസ്സ് 6 വയസ്സുള്ള പ്രായമായി എന്ന് വിചാരിക്കൂ. നിങ്ങൾക്ക് സ്മൃതിയിലുണ്ടായിരുന്നു, നിങ്ങൾക്ക് പുതിയ ജന്മം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതേപോലെ പഴയ ജന്മത്തിലും കൊളാബ ഏരിയയിലാണ് താമസിച്ചിരുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. അവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിൽ 10 crores ഡെപ്പോസിറ്റ് ഉണ്ട്. ഇതെല്ലാം ഓർമ്മയിൽ വന്നു എന്ന് വിചാരിക്കൂ. നിങ്ങൾ ബാങ്കിൽ പോയി ബാങ്ക് മാനേജറിനോട് നിങ്ങൾ പോയി പറയുന്നു, എൻ്റെ അക്കൗണ്ട് ഉണ്ട് ഇവിടെ. ബാങ്ക് മാനേജർ ചോദിക്കുമല്ലോ, എന്ത് പേരിലാണ്, ഏത് പേരിലാണ്? അപ്പോൾ നിങ്ങൾ പഴയ ജന്മത്തിൻ്റെ പേര് പറയുന്നു, ഈ പേരിലാണെന്ന്. മാനേജർ പറയും, ശരി, നിങ്ങൾ ആ അഡ്രസ്സ് ഒന്ന് പറയൂ എന്ന് പറയും. നിങ്ങൾ തൻ്റെ അഡ്രസ്സും പറയും, ഞാൻ അവിടെയാണ് താമസിച്ചിരുന്നത് എന്ന്. അപ്പോൾ പറയും, ഓക്കെ, ഇതും ശരിയാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു, എനിക്കിതിൽ നിന്നും 1 ലക്ഷം രൂപ വിഡ്രോ ചെയ്യണം. ബാങ്കിലുള്ളവർ നിങ്ങൾക്ക് 1 ലക്ഷം തരുമോ? എടുക്കാൻ വിടുമോ? പറയൂ. എടുക്കാൻ അനുവദിക്കില്ല. നിങ്ങൾ പറയുകയാണ്, ഇതെൻ്റെ പുതിയ ജന്മമാണ്, പഴയ ജന്മത്തിൽ പൂർവ്വജന്മത്തിൽ ഞാൻ തന്നെയായിരുന്നു അത്. ബാങ്കിലുള്ളവർ എന്തു പറയും? ഇല്ല, ഞങ്ങളുടെ നിയമത്തിൽ ഇങ്ങനെയില്ല. അതായത് നിങ്ങൾ ശരീരം വിട്ടു, അടുത്ത ജന്മത്തിൽ പോയാലും അത് നിങ്ങൾ വിഡ്രോ ചെയ്തെടുക്കുക എന്നത്, ഇത് ഞങ്ങളുടെ റൂൾസിലില്ല. പക്ഷേ ഈ ഈശ്വരീയ ബാങ്കിൽ നോക്കൂ, നിങ്ങൾക്ക് 1 ജന്മമല്ല, 84 ജന്മങ്ങൾ, മുഴുവൻ കൽപ്പവും ഇതിൻ്റെ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ എന്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ റിട്ടേൺ കിട്ടും. യാചിക്കേണ്ട ആവശ്യം പോലും വരില്ല, പറയേണ്ട ആവശ്യം വരില്ല, ആരോടും യാചിക്കേണ്ട. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ബാങ്കിൽ നിന്നും റിട്ടേൺ കിട്ടും. ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ബാങ്ക് ബാബ സംഗം യുഗത്തിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ ബാങ്കിൽ എന്താണ് ഡെപ്പോസിറ്റ് ആകുന്നത്?
ആ ബാങ്കിലാണെങ്കിൽ റുപ്പീസ്, ഡോളർ, പൗണ്ട് അതാണ് ഡെപ്പോസിറ്റ് ആകുന്നത് ലോകത്തിലുള്ള ബാങ്കിൽ. പക്ഷേ ഈ ഈശ്വരീയ ബാങ്കിൽ എന്താണ് ഡെപ്പോസിറ്റ് ആവുക? കറൻസി എന്താണ്? ആശീർവാദമാണ് കറൻസി. ആശീർവാദമാണ് ഡെപ്പോസിറ്റ് ആകുന്നത്. ആശീർവാദം തന്നെയാണ് കൊടുക്കുന്നതും എടുക്കുന്നതും. കറൻസി എന്ന് പറയുന്നത് ബ്ലെസ്സിങ്സ് ആണ്. അതെങ്ങനെയാണ് ഡെപ്പോസിറ്റ് ആവുക? ശരീരത്തിലൂടെ, മനസ്സിലൂടെ, ധനത്തിലൂടെ, സംബന്ധത്തിലൂടെ, വാക്കുകളിലൂടെ, വസ്തുക്കളിലൂടെ, സ്ഥലങ്ങളിലൂടെ, ഇങ്ങനെ വ്യത്യസ്തമായ വഴികളുണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഈ വഴികളിലൂടെ നമുക്ക് ബ്ലെസ്സിങ്സ് നേടാൻ പറ്റും. അതോടൊപ്പം ഏതേത് വഴികളിലൂടെയാണ് ആരെ നമുക്ക് നിമിത്തമാക്കാൻ സാധിക്കും? നമുക്ക് സ്വയത്തിൽ നിന്നും ആശീർവാദം എടുക്കാൻ പറ്റും. ആരിൽ നിന്നെല്ലാം എടുക്കാൻ പറ്റും? നമുക്ക് സ്വയത്തിൽ നിന്നെടുക്കാം, പരമാത്മാ പിതാവിൽ നിന്നും കിട്ടും, തൻ്റെ ലൗകിക ബന്ധുക്കളിൽ നിന്ന് കിട്ടും, മിത്രങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് കിട്ടും. ഏത് സെൻറ്ററിലാണോ ക്ലാസ് കേൾക്കാൻ പോകുന്നത് അവിടെ നിന്നും ബ്ലെസ്സിങ്സ് കിട്ടും. ഏതെല്ലാം വ്യക്തികളുമായി നമ്മൾ കണക്റ്റഡ് ആണോ, നമുക്ക് പരിചയമുള്ളവരായിക്കോട്ടെ പരിചയമില്ലാത്തവരായിക്കോട്ടെ, അവരിൽ നിന്നും ആശീർവാദം കിട്ടും. പ്രകൃതിയിൽ നിന്ന് കിട്ടും, പ്രാണികളിൽ നിന്ന് നമുക്ക് കിട്ടും. ഈ പ്രകാരത്തിൽ പല പല വഴികളിലൂടെ നമുക്ക് ആശീർവാദങ്ങൾ പ്രാപ്തമാക്കാൻ സാധിക്കും, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അഥവാ നമ്മൾ നിയമങ്ങളെ തെറ്റിച്ചാൽ, മര്യാദകളെ തെറ്റിച്ചാൽ ഇതിലൂടെ തന്നെ മൈനസും ഉണ്ടാകും. ഇതാണ് അക്കൗണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഈ ബാങ്കിലും 4 പ്രകാരത്തിലുള്ള അക്കൗണ്ട് ഉണ്ട്. ലോകത്തിലുള്ള ബാങ്കിലുണ്ടല്ലോ. കറണ്ട് അക്കൗണ്ട്, സേവിങ് അക്കൗണ്ട്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇങ്ങനെ പല പല അക്കൗണ്ട് ഉണ്ടല്ലോ. അതുപോലെ ഈശ്വരീയ ബാങ്കിലും 4 പ്രകാരത്തിലുള്ള അക്കൗണ്ട് ഉണ്ട്. ആദ്യത്തേതാണ് കറണ്ട് അക്കൗണ്ട്. ബിസിനസ്സുകാരുണ്ടെങ്കിൽ അവർക്കറിയാം, അവർക്ക് കറണ്ട് അക്കൗണ്ട് ഉണ്ടല്ലോ. എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻട്രസ്റ്റ് കിട്ടില്ല. എത്ര ഡെപ്പോസിറ്റ് ഉണ്ടോ അതിൽ നിന്ന് കൂടുതൽ എടുത്താൽ ഓവർ ഡ്രാഫ്റ്റ് ലോണായിട്ട് മാറും. അതുപോലെ തന്നെ ഈ ഈശ്വരീയ ബാങ്കിൽ ഏത് കറണ്ട് അക്കൗണ്ട് ആണോ ഉള്ളത് അതിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനും പറ്റും. പ്ലസും മൈനസും നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റ് കിട്ടില്ല ഈ അക്കൗണ്ടിൽ. അതോടൊപ്പം ഇതിൻ്റെ റിട്ടേൺ നോക്കിയാൽ അത് ഈ ജന്മത്തിൽ മാത്രമേ കിട്ടുള്ളൂ, ക്യാരി ഫോർവേഡ് ആവില്ല, ഈ ജന്മം കിട്ടും. അതുപോലെ എത്രത്തോളം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എടുത്താൽ അത് ലോണായിട്ട് മാറും. ഇതാണ് കറണ്ട് അക്കൗണ്ട്. രണ്ടാമത്തേതാണ് സേവിങ്സ് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ ട്രാൻസാക്ഷൻ കുറവായിരിക്കും. കറണ്ട് അക്കൗണ്ടിൽ ഫുൾ ഡേ 7-8 ടൈംസ് ഒക്കെ ട്രാൻസാക്ഷൻ നടക്കുമായിരിക്കാം. പക്ഷേ സേവിങ് അക്കൗണ്ടിൽ വീക്ക്ലി 1-2 ട്രാൻസാക്ഷനാണ് നടക്കുക. അതോടൊപ്പം ഇതിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ 1000 മടങ്ങ് കിട്ടും. ഇതിൻ്റെ റിട്ടേൺ എപ്പോൾ കിട്ടും? ശരീരം വിട്ടതിന് ശേഷവും അടുത്ത 1 ജന്മം അതിൻ്റെ റിട്ടേൺ കിട്ടും. അഥവാ സേവിങ് അക്കൗണ്ടിൽ എക്സ്ട്രാ ഡെപ്പോസിറ്റ്, കൂടുതൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ടൈം ഡെപ്പോസിറ്റിൽ മാറും. മൂന്നാമത്തെ അക്കൗണ്ടാണ് ടൈം ഡെപ്പോസിറ്റ്. ഈ ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ വളരെ കുറച്ച് ട്രാൻസാക്ഷനേ ഉണ്ടാകുള്ളൂ. ഇയർലി നോക്കിക്കഴിഞ്ഞാൽ 1-2 ട്രാൻസാക്ഷനേ നടക്കുള്ളൂ, ഫുൾ ഇയറിൽ നോക്കിയാൽ. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് കോടി മടങ്ങായിരിക്കും. അതോടൊപ്പം ലോകത്തിലാണെങ്കിൽ ടൈം ഡെപ്പോസിറ്റിൽ 4-5% കിട്ടുള്ളൂ ഇൻട്രസ്റ്റ്. പക്ഷേ ഇതിൽ കോടി മടങ്ങ് കിട്ടും. അതോടൊപ്പം 21 ജന്മങ്ങളിലേക്ക് ഇതിൻ്റെ റിട്ടേൺ കിട്ടും. എത്ര കിട്ടും? 21 ജന്മങ്ങളിലേക്ക് കിട്ടും. ഏതാണ് 21 ജന്മങ്ങൾ? പരമാത്മാ പിതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. സത്യയുഗത്തിലെ 8 ജന്മങ്ങൾ, ത്രേതായുഗത്തിലെ 12 ജന്മങ്ങൾ, 20 പ്ലസ് സംഗമത്തിലെ 1 ജന്മം, 21 ജന്മങ്ങൾ. ഇതിൻ്റെ റിട്ടേൺ നമുക്ക് ഇത്രയും ജന്മങ്ങൾ കിട്ടും ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ തൻ്റെ ബ്ലെസ്സിങ്സ് സേവ് ചെയ്യുന്നതിലൂടെ. പക്ഷേ ജാഗ്രതയോടെ ഇരിക്കണം. അഥവാ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും വിഡ്രോ ചെയ്താൽ മുഴുവൻ ഇൻട്രസ്റ്റും ഇല്ലാതാകും. അതിനാൽ ആ ജാഗ്രത ഉണ്ടായിരിക്കണം.
ഏതെങ്കിലും മര്യാദ നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടരുത്. നാലാമത്തേത് ഇമ്പോർട്ടൻ്റ് ആയ അക്കൗണ്ടാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ മുഴുവൻ സംഘം യുഗത്തിലും നമ്മൾ എത്ര സമയം വരെ ഈ ശരീരത്തിലുണ്ടോ അതിലൂടെ ചെയ്യുന്നതെല്ലാം ഫിക്സഡ് ഡെപ്പോസിറ്റിൽ വരും. ചിലർക്ക് കൂടുതലുണ്ടാകും, ചിലർക്ക് കുറച്ചുണ്ടാകും ഡെപ്പോസിറ്റ്. പക്ഷെ ഇതിൽ വളരെയധികം ഇൻട്രസ്റ്റ് കിട്ടും. കോടി മടങ്ങ് ഇൻട്രസ്റ്റ് കിട്ടും. കോടി മടങ്ങ് അർത്ഥം അഥവാ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടായാലും അതിലൂടെ തന്നെ ധാരാളം കിട്ടും. ഇതിൻ്റെ മുഖ്യമായ വിശേഷതയാണ് എന്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ നിങ്ങൾ ഉണ്ടാക്കിയത് 84 ജന്മങ്ങളിലേക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടും. ഫുൾ കൽപ്പവും അതിൻ്റെ റിട്ടേൺ കിട്ടും. ഇതാണ് ഇതിൻ്റെ മുഖ്യമായ വിശേഷത. ഏറ്റവും വലിയ കാര്യം ഇതാണ്. അഥവാ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു എന്നിട്ട് ആ ഡെപ്പോസിറ്റിനെ നമ്മൾ തിരിച്ചെടുത്താൽ പിന്നെന്തു പറ്റും? നമ്മുടെ ഇൻട്രസ്റ്റും പോവും, ആ ചെയ്തതും പോവും. അഥവാ ഡെപ്പോസിറ്റിനെ തിരിച്ചെടുത്താൽ. ഇതാണ് 4 പ്രകാരത്തിലുള്ള അക്കൗണ്ട് ഈ ഈശ്വരീയ ബാങ്കിൽ. നിങ്ങൾക്ക് ഈ കാര്യം അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതായത് ഏതെല്ലാം പ്രകാരത്തിലാണ് ഈ ബ്ലെസ്സിങ്സ് ശേഖരിക്കപ്പെടുന്നത്, അതോടൊപ്പം അതെങ്ങനെയാണ് തിരിച്ച് എടുക്കാനും പറ്റുന്നത്, അതിനുള്ള ഉദാഹരണങ്ങൾ എന്താണ്. നിങ്ങൾക്ക് ഓരോ അക്കൗണ്ടിൻ്റെയും എക്സാമ്പിൾസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിലെങ്ങനെയാണ് ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നത്, അതോടൊപ്പം എങ്ങനെ വിഡ്രോ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്ക് അതിലൂടെ ചെക്കിങ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് ഡെപ്പോസിറ്റ് ആണോ നടക്കുന്നത്, ആശീർവാദം കിട്ടുന്നുണ്ടോ, സേവിങ്സ് എത്രയുണ്ടെന്നും. ഏറ്റവും ആദ്യം ഏതെടുക്കാം? നമുക്ക് കറണ്ട് അക്കൗണ്ട് നോക്കാം. ഡെയിലി ആവശ്യമുള്ളപ്പോഴെല്ലാം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം. ഇൻട്രസ്റ്റ് കിട്ടില്ല, ഈ ജന്മം തന്നെ സെറ്റിലാവും. ഇതിൽ ഡെപ്പോസിറ്റ് ആകുന്നത് എല്ലാ ദിവസവും ഉള്ള സേവനങ്ങൾ, ഏത് കാര്യമാണോ നാം ഡെയിലി ചെയ്യുന്നത്, റെസ്പോൺസിബിലിറ്റീസ് എന്താണോ ആ ഉത്തരവാദിത്വങ്ങളെ നാം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ അത് റെക്കോർഡായിക്കൊണ്ടിരിക്കും. ഏതുപോലെ എന്നാൽ നിങ്ങൾ വീട്ടിലുണ്ട് അല്ലെങ്കിൽ സെൻറ്ററിലേക്ക് പോകുന്നു. സെൻറ്ററിൽ നിങ്ങൾക്ക് സേവനം കിട്ടിയിട്ടുണ്ട്. എല്ലാ ദിവസവും ക്ലാസ് റൂം സെറ്റ് ചെയ്യണം. ഡെയിലി സൗണ്ടിൻ്റെ ഡ്യൂട്ടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് സേവനം കിട്ടിയിട്ടുണ്ട്, മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടാകും. ആ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ അത് കറണ്ട് അക്കൗണ്ടിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ആകും. ഹാൻജി എന്നതിൻ്റെ പാർട്ട്. ആരോട് സംസാരിക്കുമ്പോഴും ആര് നമ്മളോട് എന്ത് പറഞ്ഞാലും യെസ് പ്ലീസ്, ഓക്കെ, ശരിയെന്ന് പറയും. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് മറ്റെന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ആദ്യം ശരി, ചെയ്യാമെന്ന് പറയൂ. ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി സംസാരം ആരംഭിക്കൂ. മനസ്സിൻ്റെ മൗനം. എപ്പോഴും ഈ ഒരു അഭ്യാസം ചെയ്യാൻ ശ്രമിക്കൂ. മനസ്സിൽ കൂടുതൽ സങ്കല്പങ്ങൾ നടക്കരുത്. മനസ്സ് സൈലൻ്റ് ആക്കി വയ്ക്കാൻ പ്രാക്ടീസ് ചെയ്യൂ. അതിലൂടെയും കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഉണ്ടാകും. മറ്റൊന്ന്, മധുരമായ വാക്കുകൾ സംസാരിക്കൂ. നമ്മുടെ ശബ്ദങ്ങളുണ്ടല്ലോ, വാക്കുകൾ, അത് മധുരമായിരിക്കണം. വളരെ സുഖം കൊടുക്കുന്ന വാക്കുകളായിരിക്കണം നാം സംസാരിക്കേണ്ടത്. ഇതും കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഉണ്ടാക്കും. മറ്റൊന്ന്, ആത്മാഭിമാനി സ്ഥിതി. നമ്മുടെ ബോധമുണ്ടല്ലോ, ആത്മാഭിമാനിയായി നാം ഇരിക്കണം. ഈ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആത്മാവാണ്. ആ സ്മൃതിയിൽ നിങ്ങൾ ഓരോ കർമ്മവും ചെയ്താൽ അതും ഡെപ്പോസിറ്റ് ആകും. അതേപോലെ ബാബയോട് ഗുഡ് മോർണിംഗ് പറയൂ. രാവിലെ ഉണർന്നതും ആദ്യത്തെ സങ്കല്പം, ആദ്യത്തെ വിചാരമായിരിക്കണം ബാബ ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെയുള്ള സങ്കല്പം വരണം. അങ്ങനെയുള്ള വാക്ക് നമ്മൾ ബാബയോട് പറയണം. അതും ഡെപ്പോസിറ്റായിട്ട് മാറും. രാത്രി ഉറങ്ങുന്ന സമയത്ത് ബാബയോട് ഗുഡ് നൈറ്റ് പറയൂ. അതിനുശേഷം വേറെ ഒരു കോൺവെർസേഷനും വേണ്ട. ഏറ്റവും ലാസ്റ്റ് സംസാരം ബാബയോട് ഗുഡ് നൈറ്റ് ബാബ. എന്നിട്ട് ബാബയുടെ കൂടെ ഉറങ്ങൂ. പരമാത്മാവാകുന്ന പിതാവ് ശിവ ബാബയോടൊപ്പം നമ്മുടെ ഈ സംബന്ധം അതും ഡെപ്പോസിറ്റായിട്ട് മാറും. ഫുൾ ഡേ ട്രാഫിക് കൺട്രോളിൻ്റെ യോഗമുണ്ടല്ലോ, രാവിലെ 7 മണിക്കുള്ളത്, അതിനുശേഷം 10:30, 12 മണിക്ക്, വൈകിട്ട് 5:30, അതുപോലെ 7:30.
എല്ലാ മണിക്കൂറിലും 1 മിനിറ്റ്. ഈ 5 സമയം വിശേഷിച്ചും 3-4 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ ഓരോ മണിക്കൂറിലും 1 മിനിറ്റ് ഇത് വിശേഷിച്ചും ചെയ്താൽ അതും നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആകും. ഇതാണ് കുറച്ച് ഐറ്റംസ് നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആകുന്നത്, ബ്ലെസ്സിങ്സ് ആയിട്ട് മാറുന്നത്. ഇതിലൂടെ നമ്മുടെ ബാലൻസ് കൂടും. പക്ഷെ ലീക്കേജ് എന്താണ്? ഏതിലൂടെയാണ് ബ്ലെസ്സിങ്സ് നഷ്ടപ്പെടുന്നത്? ആ ലീക്കേജാണ് അലസത, മടി. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം, ചെയ്യാം, ഇല്ല നാളെ ചെയ്യാം, അയ്യോ പരിശ്രമിക്കണമല്ലോ, ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ ഡിലേ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ മൈനസ് ഉണ്ടാക്കും. ഓരോ പ്രകാരത്തിലുള്ള അലസതയും, പല പ്രകാരത്തിലുള്ള അലസതയുണ്ട്. അതിൻ്റെ വിസ്താരത്തിൽ ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ അലസത, മടി, അശ്രദ്ധ, ഇതിലൂടെ മൈനസ് ഉണ്ടാകും. സമയത്ത് കാര്യം ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് 10 മണിക്ക് ഈ സാധനം എത്തിക്കണം. പക്ഷെ നിങ്ങൾ 11 മണിക്കാണ് വരുന്നതെങ്കിൽ ആർക്ക് കൊടുക്കണമായിരുന്നു ആ സാധനം? അവർ പോയി എന്ന് വിചാരിക്കൂ. കാര്യം സമയത്ത് നടന്നില്ലല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് അക്കൗണ്ടിൽ മൈനസ് ഉണ്ടാകും. അഥവാ മറവിയുടെ സ്വഭാവമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും സേവനങ്ങൾ നൽകിയിരുന്നു, പക്ഷേ നിങ്ങൾ അതിൽ തെറ്റുവരുത്തിയാൽ 10 സേവനം ചെയ്യാനുണ്ട്, പക്ഷെ 6 ചെയ്തുള്ളൂ, 4 ചെയ്തിട്ടില്ലെങ്കിൽ അതും കറണ്ട് അക്കൗണ്ടിൽ മൈനസ് ഉണ്ടാക്കും. ഇതിലും ശ്രദ്ധ വേണം. അതായത് നമ്മുടെ സ്വഭാവം ഇങ്ങനെയാകരുത്, മറവി ഉണ്ടാകരുത്. ശബ്ദത്തിൽ ചിരിക്കുക. ബാബ പറഞ്ഞിട്ടുണ്ട്, ആത്മീയതയിൽ പുഞ്ചിരിയാണ് വരിക. ശബ്ദത്തിൽ ചിരിക്കാൻ പറ്റില്ല. ബാബയുടെ സാകാര മുരളിയിലും വന്നിട്ടുണ്ട്, ശബ്ദത്തിൽ ചിരിക്കുന്നതും പാപമാണ്, വികാരമാണ്. അതിനാൽ നമുക്ക് ഈ വികാരത്തിൽ നിന്നും ദൂരെ ഇരിക്കണം. പുഞ്ചിരിക്കൂ. അവ്യക്ത ബാബ്ദാദയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സാകാർ ബാബയെ നമ്മൾ കണ്ടിട്ടില്ല. പോട്ടെ, അവ്യക്ത ബാബ്ദാദയെ നമ്മൾ കണ്ടിട്ടില്ലേ? ബാബ വരുന്ന സമയത്ത് ശാന്തിവനിലെ ഡയമണ്ട് ഹാളിൽ ഇങ്ങനെ ഏതെങ്കിലും കാര്യം ബാബ നമ്മളെ കേൾപ്പിക്കുന്ന സമയത്ത് 20,000 പേരും ഹാളിൽ ചിരിക്കുന്നുണ്ടാകും. പക്ഷെ ബാബയുടെ മുഖത്തിൽ നോക്കൂ, ബാബ പുഞ്ചിരിക്കുകയായിരിക്കും. ബാബ ശബ്ദത്തിൽ ഒരിക്കലും ചിരിക്കാറില്ല. കാരണം ശബ്ദത്തിൽ ചിരിക്കുന്നതും ദേഹാഭിമാനത്തിൻ്റെ ചിരിയാണ്. അതിലൂടെയും നമ്മുടെ അക്കൗണ്ട് കുറയും. നമ്മുടെ മുഖത്തിൽ ദിവ്യമായ പുഞ്ചിരി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അത് കണ്ട് മറ്റുള്ളവരും ഹർഷിതമാകണം. മറ്റുള്ളവരുടെ ദുഃഖം എടുക്കുക. ബാബ എന്ത് സ്ലോഗനാണ് പറഞ്ഞിട്ടുള്ളത്? സുഖം കൊടുക്കൂ, സുഖമെടുക്കൂ. ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കരുത്. നമുക്ക് സർവർക്കും സുഖം കൊടുക്കണം, സുഖമെടുക്കണം. പക്ഷേ ആർക്കും ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കാനും പാടില്ല. അഥവാ നമ്മുടെ അടുത്ത് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റും. സഹായിക്കുന്നത് വേറെ കാര്യമാണ്. പക്ഷെ ആരുടെയെങ്കിലും ദുഃഖം സ്വീകരിക്കുന്നത്, ഇത് ബാബ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ദുഃഖം എടുത്താൽ യോഗയുക്ത സ്ഥിതിയിലിരിക്കാൻ പറ്റില്ല. അതിനാൽ ദുഃഖം എടുക്കരുത്, പക്ഷെ സുഖം കൊടുക്കും. ഒഴിവ് കഴിവ് പറയുന്ന സ്വഭാവം. ഒഴിവ് കഴിവ് പറയുന്നവരാണെങ്കിൽ എന്തെങ്കിലും സേവനം കിട്ടിയെന്ന് വിചാരിക്കൂ, ഉത്തരവാദിത്വം, നമ്മൾ എക്സ്ക്യൂസ് പറയും. അതിലൂടെയും നമ്മുടെ ശേഖരണത്തിൽ മൈനസ് വരും. excuse.com വെബ്സൈറ്റ് ഉണ്ട് ഇപ്പോൾ. ഏത് കാര്യമാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടാത്തത് അതിൽ പോയിട്ട് നിങ്ങൾക്ക് എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ എക്സ്ക്യൂസുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എക്സ്ക്യൂസുകളുടെ ലിസ്റ്റ് ഉണ്ട്. അതിനനുസരിച്ച് അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെങ്കിലും മൈനസ് വരും. അതോടൊപ്പം ആവേശത്തിലേക്ക് വന്ന്, അഹങ്കാരത്തിലേക്ക് വന്ന് സംസാരിക്കുക. അഥവാ ആവേശം അഹങ്കാരത്തിലേക്ക് വന്നാൽ, ആത്മീയത ഇല്ലെങ്കിൽ അതിലൂടെയും നമ്മുടെ ഡെപ്പോസിറ്റിൽ മൈനസ് ഉണ്ടാകും. സമ്പാദ്യത്തിൻ്റെ ശേഖരണത്തിൽ കുറവ് വരും. ഇതാണ് കറണ്ട് അക്കൗണ്ട്. ഇനി നമുക്ക് നോക്കാം സേവിങ് അക്കൗണ്ട്. സേവിങ് അക്കൗണ്ടിനേക്കാളും കുറവ് ട്രാൻസാക്ഷനാണ് ഇതിൽ നടക്കുന്നത്. 1000 ടൈംസ് ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതും ഒരു ജന്മം മുഴുവൻ നമുക്ക് കിട്ടും. അടുത്ത ഒരു ജന്മം മുഴുവനും നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം ഇതിലെങ്ങനെയാണ് ബ്ലെസ്സിങ്സ് ഡെപ്പോസിറ്റ് ആകുന്നത്, എങ്ങനെ നഷ്ടപ്പെടുന്നു എന്ന്. അതിലാണ് കാണാൻ കഴിയുന്നത്. എവറിഡേ സർവീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതിൽ എന്തെങ്കിലും ഒരു പുതുമ, ന്യൂനെസ്
ആ പുതുമ കൊണ്ടുവരുന്നതിലൂടെ അതിൽ എക്സ്ട്രാ ഡെപ്പോസിറ്റ് ഉണ്ടാകും. അതിലൂടെ സമയത്തിൻ്റെ, സങ്കല്പത്തിൻ്റെ, ധനത്തിൻ്റെ സേവിങ് ഉണ്ടാകും. അതിലൂടെ കൂടുതൽ മാർക്ക് കിട്ടും നമുക്ക്. അതുകൊണ്ട് ന്യൂനെസ് വേണം, പുതുമ വേണം ചെയ്യുന്ന കാര്യങ്ങളിൽ. നമ്മുടെ ഇങ്ങനെയുള്ള ധാരണകൾ, അതിലൂടെ നമ്മുടെ സംബന്ധത്തിലേക്ക് വരുന്നവർ, അത് ആര് തന്നെയാണെങ്കിലും അവർക്ക് നിർവിഘ്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ധാരണകൾ, അതിലൂടെ നമ്മുടെ കണക്ഷനിലേക്ക് ആര് വന്നാലും അവരുടെ ജീവിതത്തിൽ എന്ത് വിഘ്നമാണോ ഉള്ളത്, തടസ്സങ്ങളുള്ളത്, അത് ക്രോസായിട്ട് അവർക്ക് ശക്തി കിട്ടി അവർ മുന്നേറുന്നു, അവർക്ക് വഴി കിട്ടുന്നു മുന്നോട്ട് പോകാൻ. വിഘ്നങ്ങളെ ഇല്ലാതാക്കാനുള്ള വഴി അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിലൂടെയെങ്കിൽ അതിലൂടെയും കിട്ടും. ശരീരം കൊണ്ടുള്ള ഹാർഡായിട്ടുള്ള സേവനം, അതിലൂടെ അനേകർക്ക് സുഖം കൊടുക്കുക, അതാണ് ശരീരം കൊണ്ടുള്ള സേവനം. പലപ്പോഴും ചെയ്യേണ്ടി വരും, ഓവർ ടൈം ചെയ്യേണ്ടി വരും. അതായത് ശരീരത്തിലൂടെ അങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യേണ്ടി വരും. അതിലൂടെ അനേകർക്ക് സുഖം കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിലൂടെയും ഡെപ്പോസിറ്റ് ഉണ്ടാകും. ഏതെങ്കിലും പ്രോഗ്രാം നടക്കുന്നു, വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നു, എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുന്നു, രാത്രിയും പകലും നമ്മൾ നല്ല രീതിയിൽ ആ പ്രോഗ്രാം നടക്കാൻ വേണ്ടി ഓടുന്നുവെങ്കിൽ, അനേകർക്ക് ആ പ്രോഗ്രാമിലൂടെ സുഖം കിട്ടുന്നുവെങ്കിൽ അതും നമ്മുടെ ഡെപ്പോസിറ്റിൽ വരും. അതുപോലെ പെരുമാറ്റം, നടത്തം ദേവതകളെ പോലെ ആയിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങളൊന്നും സംസാരിക്കുന്നില്ല, പക്ഷേ എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു. അഥവാ അത് ദേവതയെ പോലെയാണെങ്കിൽ അതും നിങ്ങളുടെ ഡെപ്പോസിറ്റിൽ വരും. നമ്മൾ കണ്ടിട്ടുണ്ട്. യജ്ഞത്തിൽ ഒരു എക്സാമ്പിൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മൻമോഹിനി ദീദിജി, നമ്മൾ ബഡി ദീദി എന്ന് പറയുമല്ലോ, ആ സമയത്തെ കാര്യമാണ്. 1983 മുമ്പുള്ള കാര്യമാണ്. നിങ്ങളെല്ലാവരും മൗണ്ട് അബൂലുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് പാണ്ഡവ് ഭവൻ കണ്ടിട്ടുണ്ടാകുമല്ലോ. പാണ്ഡവ് ഭവൻ്റെ മുറ്റത്തിൽ അവിടെ ബാബയുടെ റൂം ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് അവിടെ ഒരു മെഡിറ്റേഷൻ റൂമുണ്ട്, മെഡിറ്റേഷൻ ഹാൾ. ആ മെഡിറ്റേഷൻ ഹാളിൽ സ്റ്റെപ്സ് കയറിയിട്ട് വേണം പോകാൻ. ഏകദേശം ഒരു 22 സ്റ്റെപ്സ് എല്ലാം ഉണ്ടാകും. ഒരു ദിവസം ഏതൊരു സഹോദരൻ സ്റ്റെപ്പ് കയറുകയായിരുന്നു. അപ്പോൾ രണ്ട് സ്റ്റെപ്പ് വിട്ടിട്ട് ചാടിയിട്ട് മുകളിലേക്ക് പോവുകയായിരുന്നു. ആരോ കണ്ടു ഇത്. ആരാണോ കണ്ടത് അവർ പോയിട്ട് ദീദിയോട്, മൻമോഹിനി ദീദി ആ സമയത്ത് യജ്ഞത്തിൻ്റെ മുഖ്യ നിമിത്തമായിരുന്നു, ആ വ്യക്തി പോയിട്ട് ദീദിയോട് പറഞ്ഞു, ദീദി ആ സഹോദരനുണ്ടല്ലോ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് ചാടിയിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ദീദി പറഞ്ഞു, ശരി ഞാൻ സംസാരിച്ചോളാം. ഇത് രാവിലെ നടന്ന കാര്യമാണ്. വൈകുന്നേരം അവിടെ ചെയറിട്ടിട്ട് ദീദി ഇരിക്കുകയായിരുന്നു. എല്ലാ ദിവസത്തെയും റുട്ടീനായിരുന്നു അവിടെ ഇരുന്ന് എല്ലാവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുക, എല്ലാവരെയും കാണുകയായിരുന്നു. ആ സമയത്ത് രാവിലെ ഏത് സഹോദരനാണോ സ്റ്റെപ്സ് ചാടി പോയി കൊണ്ടിരുന്നത്, ആ ബ്രദർ ആ വഴിക്ക് പോവുകയായിരുന്നു. അപ്പോൾ ദീദി പറഞ്ഞു, സഹോദര ഇങ്ങോട്ട് വരൂ. അപ്പോൾ സന്തോഷത്തോടെ ദീദിയുടെ അടുത്ത് വന്നു. അപ്പോൾ ദീദി പറഞ്ഞു, സഹോദര താങ്കൾ എത്ര നല്ല ആത്മാവാണ്, അമൃതവേള ചെയ്യുന്നു, വളരെ അക്യുറേറ്റ് സമയത്ത് ചെയ്യുന്നു, യോഗത്തിലും വളരെ ജാഗ്രത അവസ്ഥയിലാണ് ഇരിക്കാറുള്ളത്, മുരളി ക്ലാസ്സിലും ഡയറി പെന്നെടുത്ത് വളരെ നല്ല രീതിയിൽ വന്ന് കേൾക്കുന്നു, നോട്ട് ചെയ്യുന്നു, സേവനങ്ങളിലും ഒരു മിസ്റ്റേക്കും ഇല്ല, എല്ലാം അക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, താങ്കളുടെ ചാർട്ട് വളരെ നല്ലതാണ്. അതെല്ലാം കേട്ട് വളരെ സന്തോഷിച്ചു. ഇന്ന് ദീദി എൻ്റെ മഹിമയാണല്ലോ പാടുന്നതെന്ന് ചിന്തിച്ചു. അതിനുശേഷം ദീദി പറഞ്ഞു, ഞാനൊരു ചെറിയ സേവനം നൽകിക്കോട്ടെ, അത് ചെയ്യുമോ? അപ്പോൾ പറഞ്ഞു, ജി ദീദി പറയൂ. അപ്പോൾ ദീദി പറഞ്ഞു, ഈ മെഡിറ്റേഷൻ ഹാൾ ഉണ്ടല്ലോ, ഇവിടെ നിന്നും സത്യയുഗത്തിൽ എങ്ങനെയാണ് നാരായണൻ നടക്കുക, ആ പ്രകാരത്തിൽ ആക്ടിങ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ഹാളിലേക്ക് സ്റ്റെപ്സ് കയറി പോയിക്കോളൂ, എനിക്കതൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി. അങ്ങനെ പതുക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒന്നിന് ശേഷം അടുത്ത സ്റ്റെപ്പ് വെച്ചു. അങ്ങനെ സ്റ്റെപ്പ് എത്തിയപ്പോഴും ഓരോ സ്റ്റെപ്പ് വെച്ച് സ്പീഡിൽ. അപ്പോൾ പകുതി എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, രാവിലെ ഞാൻ എങ്ങനെയാണ് കയറിയിരുന്നത്. വേഗം ഓർമ്മ വന്നു.
അതുകൊണ്ടാണ് അപ്പം ദീദി എനിക്ക് ഈ കാര്യം ഏൽപ്പിച്ചത്, ഈ ആക്ടിങ് എന്നോട് ചെയ്യാൻ പറഞ്ഞത്. വേഗം ആ സഹോദരൻ ദീദിയുടെ അടുത്ത് പോയി പറഞ്ഞു, ദീദി സോറി, ഞാൻ രാവിലെ ചാടിയിട്ടാണ് പോയത്, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. നോക്കൂ, മുതിർന്നവരുടെ ടീച്ചിങ്സ് പോലും, അവർ തരുന്ന ശിക്ഷണങ്ങൾ പോലും എത്ര സ്നേഹത്തോടെയാണ്, ഡയറക്റ്റായിട്ടല്ല, എക്സാമ്പിളിലൂടെയാണ് അവർ പഠിപ്പിച്ചത്. അതിനാൽ പെരുമാറ്റം ദേവതകളെ പോലെയാണെങ്കിൽ അതും നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ വരും. പരിധിയില്ലാത്ത ശുഭഭാവനയും ശുഭകാമനയും ഓരോ ആത്മാവിനെ പ്രതിയും, അത് അവർ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കർമ്മം ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും, പക്ഷേ ഓരോരുത്തരെ പ്രതിയും നമ്മുടെ മനസ്സിൽ ഗുഡ് വിഷസ് ഉണ്ടാകണം, ശുഭഭാവന ശുഭകാമന ഉണ്ടായിരിക്കണം. വ്യക്തി എന്നല്ല, വ്യക്തി, വസ്തു, സ്ഥാനം, സിറ്റുവേഷൻ എല്ലാത്തിനെ പ്രതിയും നമ്മുടെ മനസ്സിൽ ശുഭഭാവനയും ശുഭകാമനയും ഉണ്ടായിരിക്കണം. ഇതും നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഉണ്ടാക്കും. യജ്ഞത്തിലെ സേവനങ്ങളിൽ ധനത്തിൻ്റെ സേവിങ് ചെയ്യുക, ധനത്തിലൂടെ സേവനം ചെയ്യുക, 2 കാര്യങ്ങളാണുള്ളത്. ധനത്തിലൂടെ സേവനം ചെയ്തെങ്കിൽ അതിലൂടെ സേവിങ് അക്കൗണ്ടിലും ഡെപ്പോസിറ്റ് ഉണ്ടാകും. ധനത്തിൻ്റെ സേവിങ് നമ്മൾ ചെയ്താൽ അതിലൂടെയും ഇതിൽ ഡെപ്പോസിറ്റ് വരും. എങ്ങനെയാണ് സേവിങ് ഉണ്ടാവുക? സഹോദരി നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചു, അതായത് ഇവിടെ 10 ഫാൻസ് ഫിറ്റ് ചെയ്യണം സെൻറ്ററിൽ. നിങ്ങൾ മാർക്കറ്റിൽ നിന്നും 10 ഫാന് വാങ്ങിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. ഒരു ഫാനിന് 3000 രൂപയാണ്. അങ്ങനെ 10 ഫാന് വാങ്ങിച്ചിട്ട് വരൂ. നിങ്ങൾക്ക് ചെക്കും തന്നു. ഫാന് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ പോയി, സൈനൊക്കെ ഇട്ടിട്ട് തന്നു നിങ്ങൾക്ക് ചെക്ക്. നിങ്ങൾ മാർക്കറ്റിൽ പോയി, നിങ്ങൾ ഷോപ്പ് കീപ്പറിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു, ഫാനിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു, അറിഞ്ഞു. എന്നിട്ട് നിങ്ങൾ വിദ്യാലയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, സേവനങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, ശുഭകാര്യത്തിന് വേണ്ടിയാണ് ഈ ഫാന് കൊണ്ടുപോകുന്നതെന്നും അറിയിച്ചു ആ ഷോപ്പ് കീപ്പറിന്. അങ്ങനെ ബാബയുടെ യജ്ഞത്തിലൊരു പുസ്തകം സമ്മാനത്തിൻ്റെ രൂപത്തിൽ ആ കടക്കാരന് നിങ്ങൾ കൊടുത്തു. ബാബയുടെ വീട്ടിൽ നിന്നുള്ള പ്രസാദവും കൊടുത്തു. അതിലൂടെ നിങ്ങൾക്ക് 3000 രൂപയുടെ ഫാന് 2500 രൂപയ്ക്ക് തന്നു. അങ്ങനെ നിങ്ങൾ 10 ഫാന് വാങ്ങിച്ചിട്ട് സെൻറ്ററിൽ വന്നു. ഈ സമയത്ത് എന്ത് സേവിങ് ആണോ നിങ്ങൾ അവിടെ ചെയ്തത്, ഇത് നിങ്ങളുടെ സേവിങ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആകും. ഫുൾ ഡേ ഈ സ്വമാനത്തിൻ്റെ സ്മൃതിയിലിരിക്കണം. ബാബ നമുക്ക് സ്വമാനം നൽകിയിട്ടുണ്ടല്ലോ. ഡെയിലി മുരളിയിൽ ബാബ ധാരാളം സ്വമാനങ്ങൾ നൽകുന്നുണ്ട്. താങ്കൾ മാസ്റ്റർ സർവശക്തിവാനാണ്, താങ്കൾ സ്വയം പരമാത്മാവിൻ്റെ സന്താനമാണ്, താങ്കൾ മാസ്റ്റർ പതീത പാവനനാണ്. അങ്ങനെ ധാരാളം സ്വമാനങ്ങൾ മുരളിയിൽ ബാബ നൽകുന്നുണ്ട്. ആ സ്വമാനത്തിൻ്റെ സ്മൃതിയിലിരുന്നാൽ അതിലൂടെയും സേവിങ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഉണ്ടാകും. മുരളി ക്ലാസ് ഡെയിലി രാവിലെ ബാബയുടെ മഹാവാക്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതിനെ നിങ്ങൾ സ്മൃതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നു, മുരളി പഠിക്കുന്നു, പ്രാക്ടിക്കൽ ലൈഫിൽ അത് യൂസ് ചെയ്യുന്നു, അതും സേവിങ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആകും. പവിത്രമായ കരങ്ങളിലൂടെ ഉണ്ടാക്കപ്പെട്ട ഭോജനം ഉണ്ടാക്കിയാൽ അതിലൂടെയും സേവിങ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് വരും. അതോടൊപ്പം വാക്കുകൊണ്ടുള്ള സേവനം, തൻ്റെ ശബ്ദങ്ങളിലൂടെ വാക്കുകളിലൂടെ സേവനം ചെയ്താൽ അതിലൂടെയും സേവിങ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഉണ്ടാകും. ഇതെല്ലാം വരുന്നത് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നത് സേവിങ് അക്കൗണ്ടിൽ, അതിനെക്കുറിച്ചാണ്. പക്ഷെ ബ്ലെസ്സിങ് എങ്ങനെയാണ് ലീക്കേജ് ആകുന്നത് അതറിയണം. കാരണം ലീക്കേജ് നമുക്ക് ക്ലോസ് ചെയ്യണമല്ലോ. ലാസ്റ്റ് സോ ഫാസ്റ്റ് സോ ഫസ്റ്റായിട്ട് മാറണ്ടേ നമുക്ക്. അത് വേണമെങ്കിൽ ലീക്കേജ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വരും. ലീക്കേജ് നോക്കണം. സേവിങ് അക്കൗണ്ടിൽ എങ്ങനെയെല്ലാം ലീക്കേജ് ഉണ്ടാകുന്നു എന്ന് നോക്കാം. എവറി ഡേ സേവനത്തെ ബഹുമാനമില്ലാതെ, ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ ചെയ്താൽ, ഏതെങ്കിലും സേവനം നിങ്ങളെ ഏൽപ്പിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ചെയ്യാൻ, നിങ്ങൾ എങ്ങനെയൊക്കെയോ അത് പൂർത്തീകരിച്ചു എന്ന് വിചാരിക്കൂ. നിങ്ങൾക്ക് ക്ലാസ് റൂം സെറ്റ് ചെയ്യാനുള്ള സേവനം തന്നു, പക്ഷെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ ചെയറുകൾ ഇട്ടു. എവിടെയാണോ 50 ചെയർ ഇടാൻ പറഞ്ഞത് അവിടെ ഒരു 30 ചെയർ ഇട്ടു. അതുപോലെ പാട്ട് വയ്ക്കാനുള്ള സേവനം തന്നു, പക്ഷെ നിങ്ങൾ പറഞ്ഞതല്ല വേറെ ഏതെങ്കിലും പാട്ടുകൾ വയ്ക്കുന്നു. ഈ പ്രകാരത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ
ഇഷ്ടമുള്ളതുപോലെ ചെയ്താൽ അതിലൂടെ ലീക്കേജ് ഉണ്ടാകും, മൈനസ് വരും. തൻ്റെ മോശമായ പെരുമാറ്റത്തിലൂടെ മറ്റാത്മാക്കളുടെ ഉള്ളിൽ വ്യർത്ഥ സങ്കല്പം വരാൻ കാരണമാവുക. ഏതുപോലെ വിശ്വരത്തൻ ദാദ വളരെ നല്ല ഉദാഹരണം പറയുമായിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്, നോക്കണം നിങ്ങൾ. ദാദ പറയുമായിരുന്നു, നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിലേക്ക് പോയി, നിങ്ങൾ അവരുടെ വിസിറ്റിംഗ് റൂമിൽ, ഡ്രോയിങ് റൂമിൽ ഇരിക്കുകയാണ്. അവിടെ ഏതോ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. അവർ വരുന്നത് വരെ നിങ്ങൾ ആ പുസ്തകത്തിൽ ഓരോ പേജുകൾ മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ആ പുസ്തകത്തിനെ നിങ്ങൾ റാക്ക് തുറന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ചു അവിടെ. അതിനുശേഷം ആ വ്യക്തി വന്നു, നിങ്ങളോട് സംസാരിച്ചു, നിങ്ങൾക്ക് കുടിക്കാനുള്ള ജ്യൂസ് തന്നു. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ആ വ്യക്തിക്ക് ആ പുസ്തകത്തിൻ്റെ ആവശ്യം വന്നു. അങ്ങനെ അദ്ദേഹം ഹാളിൽ അന്വേഷിക്കാൻ തുടങ്ങി തൻ്റെ പുസ്തകം. അദ്ദേഹം ചിന്തിച്ചു, ഞാൻ പുറത്ത് ഈ ടേബിളിലാണല്ലോ വെച്ചിരുന്നത്, കാണാനില്ലല്ലോ. ധാരാളം അന്വേഷിച്ചു. അവസാനം അന്വേഷിച്ച് റാക്ക് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന് പുസ്തകം കിട്ടി. പക്ഷെ ചിന്തിച്ചു നോക്കൂ, ആ 5 മിനിറ്റ് അദ്ദേഹം ആ പുസ്തകത്തിന് വേണ്ടി അന്വേഷണം നടത്തുകയായിരുന്നു. അത്രയും സമയം അദ്ദേഹത്തിൻ്റെ സങ്കല്പം അതിൻ്റെ പിന്നിൽ പോയില്ലേ? അതിൻ്റെ കാരണം ആരായിരുന്നു? നമ്മളാണ്. നമ്മുടെ കർമ്മത്തിൻ്റെ കാരണത്താലാണ് അതുണ്ടായത്. അതും നമ്മുടെ അക്കൗണ്ടിൽ മൈനസ് ഉണ്ടാക്കാൻ കാരണമായി. ഭഗവാന്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, ഇത് വളരെ സൂക്ഷ്മമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇതിൽ മൈനസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനാൽ വളരെ ജാഗ്രതയോടെ വേണം പെരുമാറ്റം ഉണ്ടാകാൻ. പിന്നെ സേവനത്തിൽ ചിന്തയില്ലാത്തവരായിട്ട്, ലൂസായിട്ട് മാറുക. നമ്മൾ സേവനം ഏൽപ്പിച്ചത് ലേറ്റാക്കുക. ആർക്കെങ്കിലും വെള്ളം കൊടുക്കണം, സെൻറ്ററിൽ വന്നു ആരോ, പക്ഷെ പോകുന്ന വഴിക്ക് ഗ്ലാസ് വീഴ്ത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങളെ കേടുവരുത്തി. അങ്ങനെ എന്തെങ്കിലും അശ്രദ്ധയുടെ കാരണത്താൽ ലൂസ് നേച്ചറിൽ പോയിട്ട് ചെയ്താൽ അതും സേവിങ് അക്കൗണ്ടിൽ മൈനസ് ആയിട്ട് മാറും. പെരുമാറ്റം നടത്തത്തിൽ അസുരനെ പോലെയാവുക. നിങ്ങളോട് പറഞ്ഞല്ലോ, ദേവതകളെ പോലെയായാൽ ഡെപ്പോസിറ്റ് ഉണ്ടാകും, പക്ഷെ അസുരനെ പോലെയായാൽ മൈനസ് ആകും. നിങ്ങൾക്ക് കാണാം, ചിലരെല്ലാം നടക്കുന്ന സമയത്ത് ചെരുപ്പ് അടിച്ചടിച്ച് നടക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റും. ടക് 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 ആ ശബ്ദം വരും. ഇതിലൂടെയും ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. ചിലർ ഭോജനം കഴിക്കുന്ന സമയത്ത് കേട്ടിട്ടില്ലേ, ചവയ്ക്കുന്ന ശബ്ദം വരുത്തും. ഈ പെരുമാറ്റങ്ങളും നല്ലതല്ല. അതിനാൽ നമുക്ക് വളരെ ശ്രദ്ധയോടെ വേണം നടക്കാനും പെരുമാറാനും. ഇതുപോലെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ്, ആ ഷൂ വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാകുമല്ലോ, അവിടെ വെക്കണം. അല്ലാതെ വഴിയിൽ നമ്മൾ വെച്ചു, അല്ലെങ്കിൽ ഗാലറിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചു, അതും നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ മൈനസ് ഉണ്ടാക്കും. നമ്മൾ എവിടെയെങ്കിലും പോയി, സേവാ കേന്ദ്രത്തിൽ പോയി, ആരുടെയെങ്കിലും വീട്ടിൽ പോയി, വാഹനം എവിടെ പാർക്ക് ചെയ്യണമോ അവിടെ വെക്കണം. എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അതും സേവിങ് അക്കൗണ്ടിൽ മൈനസ് ഉണ്ടാകും. അങ്ങനെ ധാരാളം ചെറിയ ചെറിയ ആക്ട്സ് ഫുൾ ഡേ നമ്മൾ ചെയ്യുന്നത്, അത് ശരിയായി ചെയ്യാതിരുന്നാൽ അതിലൂടെയും മൈനസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വ്യർത്ഥം, നെഗറ്റീവ്, അതോടൊപ്പം അസത്യമായ വാക്കുകൾ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, പക്ഷെ അതിൽ ഒരർത്ഥവുമില്ല, കേവലം നെഗറ്റീവ് മാത്രം, ഒരു സാരവുമില്ല, അതിലൊരു ലക്ഷ്യവുമില്ല. അതിലൂടെയും സേവിങ് അക്കൗണ്ടിൽ മൈനസ് വരും. നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ, ആർക്കെങ്കിലും ശാപം കൊടുത്താൽ, നിനക്കിതറിയില്ല, നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അതും നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ മൈനസ് വരും. അഥവാ നമ്മൾ അസത്യമായ വാക്കുകൾ പറഞ്ഞാൽ, അസത്യം പറഞ്ഞാൽ, യുക്തിയുക്തം എന്ന് പേരെല്ലാം പറയും, പക്ഷെ അസത്യം പറഞ്ഞാൽ അതും നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ മൈനസ് ഉണ്ടാക്കും. ഈ പ്രകാരത്തിൽ നെഗറ്റീവ് സങ്കല്പം അഥവാ നെഗറ്റീവ് സങ്കല്പം നമ്മുടെ ഉള്ളിൽ നടന്നാൽ അതിലൂടെയും സേവിങ് അക്കൗണ്ടിൽ മൈനസ് ഉണ്ടാകും. എന്തുകൊണ്ട്, എങ്ങനെ, എന്തിന്, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ക്യൂവിലേക്ക്, അതിൻ്റെ ഇളക്കത്തിലേക്ക് നമ്മൾ പോയാൽ ഡെപ്പോസിറ്റിന് പകരം മൈനസ് ഉണ്ടാകും. അതിനാൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ക്യൂവിലേക്ക് നമ്മൾ പോകരുത്. യജ്ഞത്തിലെ ധനത്തെ മിസ്മാനേജ്മെൻറ്റ് ചെയ്യുക. അഥവാ
എവിടെയാണോ നമുക്ക് 3000 രൂപയുടെ ചിലവ് ചെയ്യേണ്ടത് അവിടെ പോയി 4000 രൂപയുടെ ചിലവ് ചെയ്ത് വന്നാൽ അതും നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ മൈനസ് ഉണ്ടാക്കും, ബ്ലെസ്സിങ്സ് കുറയും. അമൃത് വേള ബാബയുടെ എന്താണ് പ്രേരണ, ബാബയുടെ ആജ്ഞ എന്താണ്, പ്രേരണ ഇതാണ്: അതിരാവിലെ 3:30-4 മണിക്ക് എഴുന്നേറ്റ് അമൃത് വേള മെഡിറ്റേഷൻ ചെയ്യണം. ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരുന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ മൈനസ് വരും. മുരളി ക്ലാസ്സിലേക്ക് പോകാതിരിക്കുക. ഡെയിലി ബാബയുടെ മുരളി ഉണ്ടല്ലോ, അത് അറ്റൻഡ് ചെയ്യാതിരുന്നാൽ അതിലൂടെയും നമ്മുടെ അക്കൗണ്ടിൽ മൈനസ് ഉണ്ടാകും. പവിത്രമായ ഭോജനം ബാബയുടെ ഓർമ്മയിലും കഴിക്കുന്നില്ല, അപവിത്രമായ കൈകൾ കൊണ്ടുള്ളത് കഴിച്ചാൽ അതിലൂടെയും സേവിങ് അക്കൗണ്ടിൽ മൈനസ് ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധ വേണം. നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ എവിടെയും മൈനസ് ഉണ്ടാകരുത്, അതിൽ ശ്രദ്ധിക്കണം, ബ്ലെസ്സിങ് കുറയരുത്. അടുത്തതാണ് ടൈം ഡെപ്പോസിറ്റ്. അതിൽ ഫുൾ ഇയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2-3 ഡെപ്പോസിറ്റേ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ 21 ജന്മങ്ങളിലേക്ക് റിട്ടേൺ കിട്ടും, കോടി മടങ്ങ് ഇൻട്രസ്റ്റും കിട്ടും. അതുകൊണ്ട് ഇതിലെങ്ങനെ ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നു എന്നത് നമുക്ക് കേൾക്കാം. ബാബയ്ക്കു സമാനമുള്ള മുഖം, വ്യവഹാരം, പെരുമാറ്റം, അതിലൂടെ ഒരു അവകാശി ആത്മാവിന് ജന്മമുണ്ടാകണം. ഇത് ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഒരു പ്രാവശ്യം എന്താണ് ഉണ്ടായതെന്നാൽ, നമ്മുടെ മനോഹർ ഇന്ദ്ര ദാദിജി, നിങ്ങൾക്കറിയാമല്ലോ, യജ്ഞത്തിലെ ആദിരത്നമാണ്. പഞ്ചാബിൽ നിന്ന് സാകാർ ബാബയെ കാണാൻ വേണ്ടി ദാദി ട്രെയിനിൽ വരികയായിരുന്നു. അപ്പോൾ ട്രെയിനിൽ ഏത് സീറ്റിലാണോ ദാദി ഉണ്ടായിരുന്നത്, ദാദിയുടെ അടുത്ത് തന്നെ ഹൈക്കോർട്ടിലെ ജഡ്ജും അദ്ദേഹത്തിൻ്റെ പത്നിയും, അവരാണ് അടുത്തുണ്ടായിരുന്നത് ദാദിയുടെ. അവർ മൗണ്ട് അബൂവിൽ ടൂറിന് വേണ്ടി വരികയായിരുന്നു. ദാദി വളരെ രസികയായിരുന്നു, വളരെ പെട്ടെന്ന് ഇടപഴകുമായിരുന്നു. നീണ്ട യാത്രയാണല്ലോ, അപ്പോൾ ദാദി യാത്ര ചെയ്യുന്ന അത്രയും സമയം ജ്ഞാനത്തിൻ്റെ ചർച്ച അവരോടൊപ്പം ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം വളരെ ഹാപ്പിയായി, വൈഫും ഹാപ്പിയായി. അപ്പോൾ ദാദി അവരോട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ അബൂല് പോയിട്ട് ടൂറെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബാബയെ കാണാൻ വേണ്ടി കൂടി വരണം, ഞങ്ങൾ നിങ്ങളെ ബാബയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരാം. അങ്ങനെ 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവർ ബാബയെ കാണാൻ വന്നു. അപ്പോൾ മനോഹർ ദാദിയെ തന്നെയാണ് അവർ ആദ്യം കണ്ടത്. അതിനുശേഷം ബാബയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കിയപ്പോൾ ആരുടെയോ കൂടെ ബാബ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. അപ്പോൾ റൂമിൻ്റെ പുറത്ത് അവരെ ഇരുത്തി, എന്നിട്ട് പറഞ്ഞു, 2 മിനിറ്റിൽ ഞാൻ വരാം, എന്നിട്ട് നമുക്ക് ബാബയുടെ അടുത്തേക്ക് പോകാമെന്ന് ദാദി പറഞ്ഞു. 2 മിനിറ്റിന് ശേഷം ദാദിജി വന്നു, എന്നിട്ട് പറഞ്ഞു, വരൂ നമുക്ക് പോകാം, ബാബയെ കാണാം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ബാബയെ കണ്ടു. അപ്പോൾ ദാദി ചോദിച്ചു, നിങ്ങൾ ഉള്ളിൽ പോയോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഉള്ളിലേക്ക് പോയില്ല, ബാബ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ ബാബയെ കണ്ടു, ഓം ശാന്തി എന്ന് പറഞ്ഞു. ദാദി ചോദിച്ചു, ബാബ പോയോ? ദാദി പുറത്ത് മെയിൻ ഗേറ്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു, ആരാണ് പോയതെന്ന് നോക്കി. ദാദി കണ്ടത് വിശ്വരത്തൻ ദാദയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വരത്തൻ ദാദയെ നിങ്ങൾക്കറിയുമല്ലോ, ഫരിഷ്തെ പോലെയാണ് ബൈജി നടന്നിരുന്നത്. ആ മുഖത്തിൽ നിന്ന് വന്നിരുന്ന ശബ്ദങ്ങൾ അത് റോസാ പുഷ്പം പോലെയുള്ള വാക്കുകളായിരുന്നു. അത്രയും മധുരവും അത്രയും സോഫ്റ്റായ വാക്കുകൾ മാത്രമേ ബൈജി പറഞ്ഞിരുന്നുള്ളൂ. ദൃഷ്ടി ഇത്രയും പാവനമായിരുന്നു. ദാദി അവരോട് പറഞ്ഞു, ഭായ് സാബ്, അത് ബാബയല്ല, അത് ബാബയുടെ കുട്ടിയാണ്. അദ്ദേഹത്തിന് വളരെ ആശ്ചര്യം തോന്നി. അതെയോ? അപ്പോൾ ബാബ എങ്ങനെയായിരിക്കും? ബാബയുടെ കുട്ടിയെ ഇങ്ങനെയാണോ? അപ്പോൾ ബാബ എങ്ങനെയായിരിക്കും? വളരെ ആഴത്തിൽ ഒരു സ്റ്റാമ്പ് അടിച്ചതുപോലെയായി വിശ്വരത്തൻ ദാദാജിയുടെ ആ രൂപം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. കാരണം റൂമിൽ നിന്ന് വന്നു, അവരോട് ഓം ശാന്തി പറഞ്ഞു, അത്രയും ഡീപ്പായിട്ടുള്ളൊരു ഇംപ്രിൻ്റ് അവരുടെ ഉള്ളിലുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെയും പെരുമാറ്റം ഈ പ്രകാരത്തിലായിരിക്കണം, പരമാത്മാവാകുന്ന പിതാവിനെ പോലെ. ക്വാളിറ്റി ആത്മാക്കൾക്ക് ജന്മം നമ്മളിലൂടെ കിട്ടണം, അതും ഡെപ്പോസിറ്റിൽ വരും. ഏതെങ്കിലും പുതുമ നിറഞ്ഞ സേവനം, മുഴുവൻ ബ്രഹ്മകുമാരീസ് പരിവാരത്തിനും അതിലൂടെ പ്രയോജനമുണ്ടാകണം. പുതിയ ചിത്രങ്ങൾ തയ്യാറാക്കുക, പുതിയ കോഴ്സിൻ്റെ പുസ്തകങ്ങൾ തയ്യാറാക്കുക, വിശേഷ സേവനത്തിൻ്റെ പ്ലാൻസ് ഉണ്ടാക്കുക. ഇതിലൂടെ മുഴുവൻ BKസും സേവനത്തിൽ ഇൻക്ലൂഡ് ആകണം, അവരുടെ ഭാഗ്യം ഉണ്ടാകണം.
അതിലൂടെയും നമ്മുടെ ഡെപ്പോസിറ്റ് ഉണ്ടാകും. ഇതുണ്ടല്ലോ, ഈ ജ്ഞാനമാർഗം, ഇത് കമ്മീഷൻ ഏജന്റ് പോലുള്ളൊരു ബിസിനസ്സാണ്. ഇതിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും നല്ലൊരു ചാനൽ നിങ്ങൾ ആരംഭിച്ചു നോക്കൂ, നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലും അങ്ങനെയാണല്ലോ. നല്ല മെമ്പറിനെ തയ്യാറാക്കിയാൽ പിന്നെ അവരെന്ത് ചെയ്താലും അതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതിലും നല്ല ചിത്രം നിങ്ങൾ തയ്യാറാക്കി വിചാരിക്കൂ ജ്ഞാനം കൊടുക്കാൻ. ആരെല്ലാം ഈ ചിത്രം വെച്ചിട്ട് ആ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കുമോ, ബാബയുടെ പരിചയം, ഏതെല്ലാം ആത്മാക്കൾക്ക് അതിലൂടെ സുഖം കിട്ടുന്നുണ്ടോ, ആരെല്ലാം ആശീർവാദം നൽകുന്നുണ്ടോ, മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടല്ലോ, അവർക്കും കിട്ടും ആശീർവാദം. പക്ഷേ ആരാണോ ചിത്രം ഉണ്ടാക്കിയത് അവർക്കും കമ്മീഷൻ കിട്ടും. അവരുടെ ഡെപ്പോസിറ്റിൽ വരും അത്. ഇതാണ് ടൈം ഡെപ്പോസിറ്റിൽ വരിക. അതുപോലെ തന്നെ യോഗത്തിൻ്റെ സുന്ദരമായ ഗീതങ്ങൾ, കമൻട്രീസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതും ടൈം ഡെപ്പോസിറ്റിൽ റെക്കോർഡാവും. പിന്നെ എല്ലുമുറിയെയുള്ള സേവനം, അങ്ങനെയുള്ള ഹാർഡ് സേവനം, അതിലൂടെ വളരെ വലിയൊരു കാര്യം സരളമായ രൂപത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു. അങ്ങനെയുള്ള എല്ലുമുറിയുള്ള സേവനം ശരീരം കൊണ്ട് ചെയ്താൽ അതും ടൈം ഡെപ്പോസിറ്റിൽ സേവ് ആവും. ഇതിൽ മറ്റൊരു കാര്യം, ആവശ്യമുള്ള സമയത്ത് ധനസേവനം ചെയ്യുക. എല്ലാ മനുഷ്യരും ധനത്തെ സഫലമാക്കുന്നുണ്ട്. സഹയോഗമായി പലരും ധനസേവ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ ധനം വിശേഷ ആവശ്യമുള്ള സമയത്ത് അപ്പോഴും നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, എവിടെയെങ്കിലും ബാബയുടെ ഏതെങ്കിലും വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ, എവിടെയെങ്കിലും വലിയ മേള നടക്കുകയാണെങ്കിൽ, എക്സിബിഷൻ നടക്കുകയാണെങ്കിൽ, ആർക്കെങ്കിലും അസുഖം വന്നു, അവർക്ക് നിങ്ങൾ സമയത്തെത്തിച്ചാൽ, അങ്ങനെ വിശേഷ സമയത്ത്, ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ ധനസേവനം ചെയ്താൽ അതും ടൈം ഡെപ്പോസിറ്റിൽ സേവ് ആകും. ഗുണങ്ങളുടെയും ശക്തികളുടെയും ദാനം. ബാബ ജാൻകി ദാദിയെക്കുറിച്ച് പറയാറുണ്ട്, ജനക് ബച്ചി ഗുണങ്ങളുടെ ദാനം ചെയ്യുന്നതിൽ ഏറ്റവും മഹാനാണ്, രാജാവാണ്. എത്ര നിരാശയിലൊരു വ്യക്തി വന്നാലും നമ്മുടെ കണക്ഷനിൽ വരുന്നതിലൂടെ, നമ്മുടെ വൈബ്രേഷനിലൂടെ ആശയുടെ ദീപം അവരിൽ തെളിയണം. എത്ര അശാന്തമായ ആത്മാവ് നമ്മുടെ അടുത്ത് വന്നാലും അവർ ശാന്തമാകണം. ക്രോധിയായ ഒരു ആത്മാവ് നമ്മുടെ അടുത്ത് വന്നാലും നമ്മുടെ പെരുമാറ്റത്തിലൂടെ അവർ ശാന്തമാകണം. അപ്പോൾ എന്തു പറ്റും? ഏത് ഗുണദാനമാണോ ചെയ്തത്, ഏത് ശക്തിയുടെ ദാനമാണോ ചെയ്തത്, അതിലൂടെ നമ്മുടെ ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ പ്ലസ് വരും. 21 ജന്മങ്ങളിലേക്ക് റിട്ടേൺ കിട്ടും. ഇതാണ് ടൈം ഡെപ്പോസിറ്റിൻ്റെ പ്ലസ്. പക്ഷെ ഇതെങ്ങനെയാണ് ഇതിൽ മൈനസ് ലീക്കേജ് വരുന്നത്? നിങ്ങൾക്കറിയാം, അഥവാ ടൈം ഡെപ്പോസിറ്റിൽ നിന്നും നിങ്ങൾ വിഡ്രോ ചെയ്താൽ എല്ലാ ഇൻട്രസ്റ്റും ഇല്ലാതാകും അതോടുകൂടി. ഇനി നമുക്കിതും നോക്കാം, എങ്ങനെയാണ് മൈനസ് വരുന്നത്. കർമ്മേന്ദ്രിയങ്ങളിലൂടെ എന്തെങ്കിലും വികർമ്മങ്ങൾ ചെയ്താൽ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ, അതോടൊപ്പം കയ്യ്, കാല്, അതുപോലുള്ള കർമ്മേന്ദ്രിയങ്ങൾ, അതിലൂടെ നമ്മൾ എന്തെങ്കിലും വികർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നാണ് സങ്കല്പത്തിൽ വരിക, രണ്ടാമത്തേതാണ് സംസാരിക്കുക, മൂന്നാമത്തേതാണ് കർമ്മം ചെയ്യുക. ചെയ്യുന്നതിലൂടെ വിശേഷിച്ചും ഈ ടൈം ഡെപ്പോസിറ്റ് മൈനസ് ആകും. മറ്റൊന്ന്, അങ്ങനെയുള്ള ഏതെങ്കിലും കർമ്മം നമ്മളിൽ നിന്നുണ്ടായാൽ, ഈ ജ്ഞാനമാർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അവർ ജ്ഞാനമാർഗത്തെ ഉപേക്ഷിച്ചാൽ, അതിലൂടെയും ടൈം ഡെപ്പോസിറ്റ് നമ്മുടെ നഷ്ടപ്പെടും. ഇതുപോലെ എക്സാമ്പിൾ പറയാം. ബാബയുടെ ഒരു ശ്രീമത്താണ്, നമ്മൾ കുട്ടികൾക്ക് ധനത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ പരസ്പരം ചെയ്യരുത്. സെൻറ്ററിൽ ബിസിനസ് ആക്ടിവിറ്റി ഒരിക്കലും ചെയ്യരുത്. ഇത് ബാബയുടെ ശ്രീമത്താണ്. പക്ഷേ താങ്കളോട് ആരെങ്കിലും ഒരു 50,000 രൂപ സഹായത്തിന് വേണമെന്ന് ചോദിച്ച് വാങ്ങിച്ചാൽ, നിങ്ങളോട് 50,000 റുപ്പീസ് തൽക്കാലത്തേക്ക് വേണമെന്ന് ചോദിച്ച് വാങ്ങിച്ചു. അവർ നിങ്ങളോട് പറയുകയാണ് 2 മാസത്തിനുള്ളിൽ തിരിച്ചു തരാമെന്ന്. അവരും ക്ലാസ്സിന് വരുന്നവരാണ്, നിങ്ങളും പോകാറുണ്ട്. ഇപ്പോൾ നിങ്ങളും ബെഹൻജിയോട് ചോദിച്ചിട്ടല്ല ചെയ്തത്, അവരും ചോദിച്ചിട്ടില്ല. നിങ്ങൾ പരസ്പരം ചെയ്തൊരു ബിസിനസ്സാണ്. 2 മാസം കഴിഞ്ഞു, നിങ്ങൾ ചോദിച്ചില്ല, അവർ റിട്ടേൺ ചെയ്തില്ല. 3 മാസം കഴിഞ്ഞു, കിട്ടിയില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ആവശ്യം വന്നത് അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുകയാണ്,
സഹോദര, ആ 50,000 രൂപ 2 മാസത്തിൽ തരാമെന്ന് പറഞ്ഞില്ലേ, തിരിച്ചു തരൂ, 4 മാസമായില്ലേ ഇപ്പോൾ. അപ്പോൾ പറയുകയാണ്, അതെ അതെ, എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല എന്ന് തരാൻ. ഞാൻ തരാം, വേഗം തരാം ഞാൻ തിരിച്ച്. അപ്പോഴും നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു വിട്ടു. പിന്നീടും 15-20 ഡേയ്സ് ഒക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് വീണ്ടും ആവശ്യം വന്നു, ചോദിച്ചു, വീണ്ടും കിട്ടിയില്ല. നിങ്ങളുടെ ഉള്ളിൽ സങ്കല്പം വരാൻ തുടങ്ങി, ഇദ്ദേഹം എന്താണ് തിരിച്ചു തരാത്തത്? ആവശ്യം ചോദിച്ചപ്പോഴല്ലേ ഞാൻ കൊടുത്തത്, എന്തുകൊണ്ടാണ് ഇവർ തിരിച്ചു തരാത്തത്? ഇതിനിടയിൽ എന്തു വന്നു? പ്രോഗ്രാം വന്നു. അപ്പോൾ ബെഹൻജി അവരെ സ്റ്റേജിലേക്ക് വിളിച്ച് ബൊക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾ സഭയിലിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ചിന്ത വരികയാണ്, ഇതെങ്ങനെയുള്ള വ്യക്തിയാണ് ഇദ്ദേഹം? മറ്റുള്ളവരുടെ പൈസ വാങ്ങിച്ചിട്ട്, അതും എൻ്റെ അടുത്ത് നിന്ന് 50,000 രൂപ വാങ്ങിച്ച് റിട്ടേൺ ചെയ്യാതെ, എന്നിട്ട് അദ്ദേഹത്തെയാണ് സ്റ്റേജിലേക്ക് വിളിച്ച് ബൊക്കെ ബെഹൻജി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആദരിക്കുന്നത്. പക്ഷെ ബെഹൻജിക്ക് അറിയില്ലല്ലോ 50,000 റുപ്പീസ് നിങ്ങൾ കൊടുത്ത കാര്യം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഈ സങ്കല്പം ഓടാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ വേഗം ആ ധനം തിരിച്ചു കിട്ടാൻ വേണ്ടി ചോദിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അദ്ദേഹം ക്ലാസ്സിന് വരുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഡെയിലി ക്ലാസ്സിന് പോയാൽ ധനം ചോദിക്കും എന്ന് പേടിച്ച് അദ്ദേഹം വരാതായി. ഈ പ്രകാരത്തിൽ നിങ്ങളും പതുക്കെ പതുക്കെ ക്ലാസ്സിൽ വരുന്നത് സ്റ്റോപ്പായി. ശ്രീമത്ത് ബാബ നൽകിയിട്ടുണ്ടല്ലോ, അതിന് വിരുദ്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എന്തു പറ്റും? നമ്മുടെ ടൈം ഡെപ്പോസിറ്റ് മൈനസ് ആകാൻ തുടങ്ങും. ഇതിലും വളരെ ശ്രദ്ധ വേണം. ഇപ്പോൾ ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. ഇതിൽ മുഴുവൻ സംഘം യുഗത്തിലും എന്തെല്ലാം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് മാറുന്നുണ്ടോ അത് കോടി കോടി മടങ്ങ് ഇൻട്രസ്റ്റ് ആയിട്ട് തിരിച്ചു കിട്ടും. അതും 84 ജന്മങ്ങളിലേക്ക് ഇതിൻ്റെ റിട്ടേൺ കിട്ടും. അങ്ങനെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കേൾക്കാം. നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ആശംസ നൽകുകയാണ്. അതായത് നിങ്ങൾ എല്ലാവരുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ പരമാത്മാ പിതാവിനെ തിരിച്ചറിഞ്ഞു, നിങ്ങൾ സ്വയത്തെയും തിരിച്ചറിഞ്ഞു. അതായത് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഭ്രുകുടി മധ്യത്തിൽ വസിക്കുന്ന ജ്യോതി ബിന്ദു ആത്മാവാണ് ഞാൻ. അതുപോലെ എൻ്റെ പിതാവ് നിരാകാരനായ പരംപിത പരമാത്മാ ശിവനാണ്. ഈ പരംപിത പരമാത്മാവിനെ തിരിച്ചറിഞ്ഞില്ലേ നിങ്ങൾ? ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ഇത് മുഴുവൻ കൽപ്പത്തിലേക്കും നിങ്ങൾക്ക് റിട്ടേൺ തന്നുകൊണ്ടേയിരിക്കും. മറ്റൊന്ന്, ബാബയെ തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരാണോ സെൻറ്ററിൽ യജ്ഞത്തിൽ സമർപ്പണമായിട്ടുള്ളത്, യജ്ഞത്തിൽ, അത് കൂടുതൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന് കാരണമായിട്ട് മാറും. ഈ സമർപ്പണ ജീവിതത്തിലൂടെ എത്ര സേവനം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് എന്നേക്കും ഖജനാവിനെ നിറച്ചുകൊണ്ടിരിക്കും. അഥവാ നിങ്ങൾ തൻ്റെ ബന്ധുവിനെ, ഏതെങ്കിലും ബന്ധുവിനെ, തൻ്റെ പുത്രിയെ അല്ലെങ്കിൽ സഹോദരിയുടെ പുത്രിയെ അല്ലെങ്കിൽ സഹോദരിയെ, തൻ്റെ ബന്ധുക്കളിൽ ആരെയെങ്കിലും നിങ്ങൾ ബാബയുടെ യജ്ഞത്തിൽ സമർപ്പണമാകാൻ ഇൻസ്പിറേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവരുടെ ഉള്ളിലുള്ള സംശയങ്ങൾക്ക് പരിഹാരം നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതും നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് മാറും. അവർക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്കും അതിൻ്റെ പങ്ക് കിട്ടും. പിന്നെ ഈ ഈശ്വരീയ സേവനത്തിനു വേണ്ടി 3 അടി മണ്ണ് കൊടുക്കുക. അഥവാ 3 അടി മണ്ണ് നിങ്ങൾ ഈശ്വരീയ സേവനത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. ആ സേവാസ്ഥാനത്ത് എത്ര ആത്മാക്കൾ വരുന്നോ അവരിലൂടെ ഉള്ള ആശീർവാദവും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് മാറും. മനസ്സുകൊണ്ട് സമ്പൂർണമായ ശ്രീമത്ത് പാലിക്കുക. മനസ്സ് ശക്തിശാലിയായിരിക്കണം. അതും സേവനത്തിനുള്ളൊരു വഴിയാണ്. സമ്പൂർണമായ ശ്രീമത്തിലൂടെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. കാരണം അതിലൂടെ സമ്പൂർണ്ണ വിശ്വത്തിൻ്റെ സേവനമാണ് നടക്കുന്നത്. തത്വങ്ങളുടെ സേവനം, പ്രകൃതിയുടെ സേവനം നടക്കും. അതിനാൽ അതിലൂടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. സമ്പൂർണമായും സൂക്ഷിപ്പുകാരനായി ജീവിക്കൂ. നിങ്ങളുടെ അടുത്ത് എത്ര ധനമുണ്ടോ അത് നിങ്ങളുടെ അടുത്ത് ഇരിക്കട്ടെ, പക്ഷെ സൂക്ഷിപ്പുകാരനായി ജീവിക്കൂ. ശ്രേഷ്ഠമായ രീതിയിൽ അതിനെ ഉപയോഗിക്കൂ. ബാബ പറഞ്ഞതുപോലെ അതിനെ നിങ്ങൾ ചെയ്താൽ അതും ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് മാറും. 84 ജന്മങ്ങളിലേക്ക് റിട്ടേൺ കിട്ടും. ഈ പ്രകാരത്തിൽ
ഇങ്ങനെ കുറച്ച് ആക്സ് ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്താൽ ഇതിലൂടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. ഇനി ജാഗ്രത വേണം. അഥവാ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചാൽ ഇൻട്രസ്റ്റും പോകും, ഡെപ്പോസിറ്റ് ചെയ്തതും പോകും. എന്തിലൂടെയാണ് ഇത് രണ്ടും നഷ്ടപ്പെടുക? ഒന്നാമത്തേത്, അഥവാ നിങ്ങൾ ജ്ഞാനത്തിൽ വരുന്നത് തന്നെ നിർത്തിയാൽ, നിങ്ങൾ ബാബയെ ഡൈവോഴ്സ് ചെയ്താൽ, ഇതിലൂടെ ഏത് ഫിക്സഡ് ഡെപ്പോസിറ്റാണോ ഉണ്ടാക്കിയത് ആ ഡെപ്പോസിറ്റ് ഇല്ലാതാകും. കാരണം എന്തു തന്നെ ആയാലും. അഥവാ പരമാത്മാവിനെ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്താൽ, ഒരു പ്രാവശ്യം ഭഗവാന്റേതായി പിന്നെ കൈവിട്ടാൽ നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ലാതാകും. അങ്ങനെ ഏതെങ്കിലും കർമ്മം നിങ്ങളിലൂടെ ഉണ്ടായാൽ, അതിൻ്റെ കാരണത്താൽ സമർപ്പിതമായ ഏതെങ്കിലും ആത്മാവ് ജ്ഞാനം വിട്ടു പോകാൻ ഇടയായാൽ, അവരയജ്ഞം വിട്ടു പോകാൻ കാരണമായാൽ, നിങ്ങളുടെ കർമ്മത്തിൻ്റെ കാരണത്താൽ, അതിലൂടെ നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ലാതാകും. പലപ്പോഴും ഓർമ്മയിൽ വെച്ചോളൂ, നിങ്ങൾ ആരെ പ്രതിയെങ്കിലും ദയ കാണിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ അവർ ജ്ഞാനം തന്നെ വിട്ടുപോയാൽ അതിലൂടെ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ലാതാകും. അതേപോലെ ചാരനായിട്ട് മാറുക. ട്രേറ്റർ അർത്ഥം നിങ്ങൾ വിശ്വവിദ്യാലയവുമായിട്ട് കണക്റ്റഡ് ആണ്. യജ്ഞത്തിലെ സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്ന സമയത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ യജ്ഞത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലൂടെയും നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ലാതാകും. ഇവിടെ ആരെങ്കിലും ഇതെല്ലാം കാണുന്നുണ്ടോ ഇല്ലയോ അതിനൊരു മഹത്വവും ഇല്ല. മഹത്വം ഇതിന് മാത്രമേയുള്ളൂ, അതായത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതിൽ. കർമ്മത്തിൻ്റെ കണക്കനുസരിച്ച് ഫലം കിട്ടിക്കൊണ്ടിരിക്കും. അഥവാ നിങ്ങൾ ട്രേറ്ററായിട്ട് മാറിയാൽ നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോകും. അഥവാ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും കർമ്മം ചെയ്താൽ, അതിലൂടെ ബ്രഹ്മകുമാരീസ് മുഴുവൻ വിദ്യാലയത്തിൻ്റെയും പേര് മോശമായാൽ, പത്രങ്ങളിൽ മോശമായ വാർത്തകൾ വന്നാൽ, മുഴുവൻ യജ്ഞത്തിൻ്റെ പേരും മോശമായാൽ, അതിലൂടെയും നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ലാതാകും. ഇതെല്ലാം ശ്രദ്ധയിൽ വെച്ചോളൂ. ഇതിലൂടെയെല്ലാം പോകും പേര്. ഇതിലൂടെയെല്ലാം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ലാതാകും. 3 അടി മണ്ണ് നിങ്ങൾ ബാബയ്ക്ക് കൊടുത്തു, പക്ഷേ ആ 3 അടി മണ്ണ് കൊടുത്ത് നിങ്ങൾ അത് തിരിച്ചെടുത്താൽ, 3 അടി മണ്ണ് തിരിച്ചെടുത്താൽ അതിലൂടെയും നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ലാതാകും. ഇതും ശ്രദ്ധയിൽ വെക്കണം. ഇങ്ങനെയും ചില കർമ്മങ്ങളുണ്ട്, അത് ചെയ്താൽ അതിലൂടെ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ലാതാകും. ഇപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ കറണ്ട് അക്കൗണ്ട്, സേവിങ് അക്കൗണ്ട്, ടൈം ഡെപ്പോസിറ്റ് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഈ 4 അക്കൗണ്ട് എങ്ങനെയാണ് ഇതിലും പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ബ്ലെസ്സിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുക, ഇനി എങ്ങനെയെല്ലാം ജാഗ്രത വേണം, ലീക്കേജ് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം, ഇനി നമ്മുടെ ഡെപ്പോസിറ്റ് എങ്ങനെ വർദ്ധിക്കണം, നമ്മുടെ സേവിങ്സ് കൂടുതലായിരിക്കണം. ഇതിലൂടെയാണ് നമുക്ക് ലാസ്റ്റ് സോ ഫാസ്റ്റ്, ഫാസ്റ്റ് സോ ഫസ്റ്റായിട്ട് മാറാൻ സാധിക്കുക. അതിനാൽ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇത് പരിശോധിക്കൂ. ഇന്ന് എൻ്റെ ഏത് അക്കൗണ്ടിൽ എത്ര ആശീർവാദങ്ങൾ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം അങ്ങനെ ഏതെങ്കിലും കർമ്മം ചെയ്തിട്ടില്ലല്ലോ, അതിലൂടെ എൻ്റെ കണക്ക് എവിടെയൊക്കെയോ ലീക്കേജ് ഉണ്ടായി, മൈനസ് ഉണ്ടായി, ഇത് ഡെയിലി ചെക്ക് ചെയ്യൂ. അഥവാ ഡെയിലി നമ്മളിത് ചെക്കിങ് ചെയ്യാൻ തുടങ്ങിയാൽ, കുറഞ്ഞത് 21 ദിവസമെങ്കിലും നിങ്ങൾ ഈ ചെക്കിങ് ചെയ്താൽ അതിലൂടെ എന്തുണ്ടാകും, അത് നിങ്ങളുടെ ശീലമായിട്ട് മാറും. ശീലമായാൽ ഏത് കർമ്മം ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾക്കറിയാൻ സാധിക്കും ഇതിലൂടെ നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ശേഖരണം വർദ്ധിക്കുമോ അതോ കുറയുമോ. അതിനാൽ ഇന്ന് ഈ വിശേഷപ്പെട്ട താക്കോല് നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ലാസ്റ്റ് സോ ഫാസ്റ്റ്, ഫാസ്റ്റ് സോ ഫസ്റ്റ്. അച്ഛാ, ഓം ശാന്തി. വീണ്ടും കാണാം. താങ്ക് യു. ഓം ശാന്തി.